നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത യു പിയിലെ സംഘർഷ സ്ഥലം സംഭൽ. ഇവിടേക്ക് ആരും വരേണ്ടതില്ലെന്നാണ് യു പി സർക്കാരിൻ്റെ നിലപാട്. യു പിയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവ് അടക്കം പ്രതിപക്ഷത്ത് നിന്ന് ആരെയും ഇവിടേക്ക് കടത്തിവിടുന്നുമില്ല. പ്രതിപക്ഷ നേതാക്കൾ വന്നാൽ പ്രകോപനം ഉണ്ടാകുമെന്നും അതിനാലാണ് വിലക്കെന്നുമാണ് മൊറാദാബാദ് ഡിവിഷണൽ കമ്മീഷണറുടെ വിശദീകരണം. ഇന്നിപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും യു പി പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ യു പി പോലീസിനൊപ്പം താൻ ഒറ്റയ്ക്ക് വരാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് പോലും യു പിയിലെ പോലീസ്, യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് അദ്ദേഹത്തെ കടത്തിവിടാൻ തയ്യാറാവുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവ് സംഘർഷ സ്ഥലം സന്ദർശിക്കണം എന്ന് പറയുമ്പോൾ പോലും കടത്തിവിടാൻ തയ്യാറാവാതിരിക്കണമെങ്കിൽ അതിനു പിന്നിലെ ചേതോവികാരം എന്താണ്? എന്തുകൊണ്ടാണ് രാഹുലിനെ യോഗി ഭയപ്പെടുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് ശ്രീ സോമരാജാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സോമരാജ് കോട്ടയത്തു നിന്നാണ്. ശ്രീ സോമരാജ്, താങ്കൾ ഇന്ന് രാവിലെ വാർത്ത കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സംഭലിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. അവിടേക്ക് പുറത്തു നിന്നുള്ള ഒരു നേതാവും വരേണ്ടതില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു സ്ഥലം സന്ദർശിക്കണം, അവിടുത്തെ ജനങ്ങളുടെ വിവരങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, അവിടേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഇതിനെ അടക്കം എന്തിനാണ് തടയുന്നത്? അതായത് നിങ്ങളുടെ ഈ ഇത് തന്നെ എഴുതി കാണിച്ചത് തന്നെ ഒരു ഫലിതമാണ്. മോദിക്ക് രാഹുലിനെ പേടിയോ എന്നാണ് ചോദിക്കുന്നത്. മോദിക്കല്ല, യോഗിക്ക് രാഹുലിനെ പേടിയോ എന്നാണ് നമ്മൾ എഴുതി. ഞാൻ മോദി എന്നാണ്. യോഗിക്ക് രാഹുലിനെ പേടിക്കേണ്ട ആവശ്യം എന്താ? അവിടെ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് പോവാം എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നത്. അവിടെ ഒരു വെടിവെപ്പ് നടന്ന 5 പേര് ഒക്കെ മരിച്ച ഒരു സ്ഥലമാണ്, സംഘർഷ സ്ഥലമാണ്. അവിടെ ചെന്ന് വെച്ച് ഈ പ്രശ്നം എരുതിയിൽ എണ്ണ ഒഴിച്ച് ആളി കത്തിക്കുന്ന രീതിയിലാണ് പോകാനായിട്ട്. എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിന് അറിയണ്ടേ ആ സ്ഥലത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? സ്ഥലത്ത് എന്താണ് നടന്നതെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് രാജ്യം മുഴുവൻ അറിഞ്ഞാണല്ലോ. അവിടെ 5 പേർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. അവിടെ പോലീസിന്റെ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവിടുത്തെ യോഗിയായ സർക്കാർ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നറിയാൻ ആ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾക്ക് അവകാശമില്ലേ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നുവെച്ച് ഈ ജനങ്ങളെ വീണ്ടും പ്രകോപിപ്പിച്ച് വീണ്ടും പ്രശ്നങ്ങൾ. എവിടെയാണ് രാഹുൽ ഗാന്ധി പോയി ജനങ്ങളെ പ്രക്ഷോഭം ഉണ്ടാക്കിയത്? ഇങ്ങനെ ഒരു സംഘർഷ സ്ഥലത്ത് പോയി പ്രക്ഷോഭം ഉണ്ടാക്കിയ സ്ഥലം? കർഷക സമരങ്ങളും മറ്റും നടന്ന കർഷക സമരം, കർഷകർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവസാനം സർക്കാർ തന്നെ അവർക്ക് വഴങ്ങേണ്ടി വന്നില്ലേ? സർക്കാർ വഴങ്ങിയത് ഇത് വെച്ച് മറ്റുള്ളവർ മുതലെടുക്കുന്നത് കൊണ്ടാണ് സർക്കാർ വഴങ്ങിയത്. അങ്ങനെയല്ലല്ലോ അന്ന് പ്രധാനമന്ത്രിയും അന്നത്തെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ പറഞ്ഞത്. സർക്കാർ കർഷകരുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു, കർഷകർ നാടിന്റെ സമ്പത്താണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുള്ള മട്ടിലൊക്കെ ആയിരുന്നല്ലോ അന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കിയത്. ആ കർഷക സമരം തെറ്റായി വ്യാഖ്യാനിച്ച് അത് രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് എതിരാകുക എന്നുള്ള ഒരവസ്ഥ വന്നപ്പോഴത്തേക്കുമാണ് അത് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചെന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ആ കർഷക നിയമം എക്കാലത്തേക്കും അതങ്ങ് ഉപേക്ഷിച്ചു എന്ന അർത്ഥമൊന്നുമില്ല. അപ്പൊ ഇത് വീണ്ടും ഈ സംഭാലിൽ ഒരു സംഘർഷം ഉണ്ടായി, ജനങ്ങള് പ്രകോപിതരായി, അങ്ങനെയാണ് അവിടെ വെടിവെക്കേണ്ടി വരുന്നത്. ആശ്വാസമായിട്ടല്ലേ രാഹുൽ ഗാന്ധി ചെല്ലുന്നത്? അവിടുത്തെ സർക്കാർ അവർക്കെതിരെ നിൽക്കുമ്പോൾ അവർക്ക് ആശ്വാസമല്ലേ? എങ്ങനെ ആശ്വാസം വരും? അവിടെ വന്ന് പ്രസംഗങ്ങൾ നടത്തി ജനങ്ങൾ വീണ്ടും പ്രകോപിതരായി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഈ നിരോധനാജ്ഞയൊക്കെ? ഇത് ആദ്യമായിട്ടല്ലല്ലോ ഒരു നിരോധനാജ്ഞയൊക്കെ പുറപ്പെടുവിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട നേതാക്കൾ വന്നാൽ മുൻ സർക്കാരുകളുടെ കാലത്തൊന്നും അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ തടയില്ല. നിരോധനാജ്ഞ എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെയല്ല. പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ കേരളത്തിലൊരു സംഘർഷം ഉണ്ടായാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അവിടേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ രാഹുൽ ഗാന്ധി യു പിയിൽ നിന്നുള്ള എം പി അല്ലേ? ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ? അദ്ദേഹത്തിന് ഉത്തരവാദിത്വം നിറവേറ്റണ്ടേ? അല്ല, രാഹുൽ ഗാന്ധി അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ജനങ്ങൾ കൂടുതൽ പ്രകോപിതരാകാനും പിന്നീട് പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാനും. താങ്കൾ അതേ ലൈനിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. ഒരു ജനാധിപത്യ രീതിയിൽ ഭരണപക്ഷത്തിനുള്ള അതേ അവകാശങ്ങൾ തന്നെ പ്രതിപക്ഷത്തിനുമുണ്ട്. അവർക്കും ജനങ്ങളെ കാണാനും സംസാരിക്കാനും എന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയാനും ഒക്കെയുള്ള അവകാശങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് ഷിനോയ് കൂടി ചേരുന്നുണ്ട് വർക്കലയിൽ നിന്നും. ശ്രീ ഷിനോയ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് ചെല്ലാം യു പി പോലീസിന് മുന്നിൽ, എൻ്റെ കൂടെയുള്ള എം പിമാരെയും ബാക്കി കൂടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ ഒഴിവാക്കി ഞാൻ ഒറ്റയ്ക്ക് വരാം ആ സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കൊരു നേതാവിനെ കൊണ്ടുപോകാൻ പോലും തയ്യാറാവുന്നില്ല എങ്കിൽ എന്താണ് ഇതിനർത്ഥം? സാറേ, ഇത് നമ്മളെ രാജ്യം ഒരു ഏകാധിപത്യ സ്വഭാവത്തിലോട്ട് നീങ്ങുമെന്ന് കണ്ടപ്പോഴായിരുന്നു 2024 ലോകസഭ തെരഞ്ഞെടുപ്പിൽ ഇവർക്കിട്ട് ഒരു അടി അടിച്ചത്.
എന്ന് പറഞ്ഞാല് ഉത്തർപ്രദേശിലടക്കം ഇന്ത്യ മുന്നണിയാണ് അന്ന് ലീഡ് ചെയ്തത് അല്ലെ, 45 സീറ്റോളം കൂടി. അപ്പൊ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അത് മനസ്സിലാക്കണം. ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അഖിലേഷ് യാദവ് ആണ്. കാര്യം അത് അവരുടെ അംഗീകാരമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഒപ്പോസിഷൻ ലീഡറും കൂടിയാണ്. 2014 തൊട്ട് 24 വരെയുള്ള സമയത്ത് ലോകസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല. കാര്യം ആർക്കും 10% ഇതില്ല. പക്ഷെ ഈ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് അവിടെ പവർ ഉണ്ട്, അദ്ദേഹത്തിന് അവിടെ കയറ്റണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതൊരു ഏകാധിപത്യ സ്വഭാവമാണ് ഇവിടെ വീണ്ടും ഇവർ കാണിക്കുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനെ കാണിക്കാനുള്ള യാതൊരു ഇതും ഇല്ല എന്നുള്ളതാണ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട്. ഇത് പേടി തന്നെയാണ്, യോഗിക്ക് വളരെയേറെ പേടി തന്നെയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിനെ അതുപോലെ അഖിലേഷ് യാദവിനെ. കാര്യം അവർ രണ്ടും ഇന്ത്യ മുന്നണിനെ അവർ പേടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാര്യം അത്രയ്ക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് നൽകിയത് എന്നുള്ളതാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ കൂടിയാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ പോലും ഒരു വലിയ ദുരന്തമുണ്ടായ അല്ലെങ്കിൽ വലിയ സംഘർഷമുണ്ടായ ഒരു സ്ഥലം, അവിടേക്ക് പോയി എന്താണ് അവിടെ നടന്നത് എന്ന് അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ ബാധ്യത നിറവേറ്റാൻ കടക്കുമ്പോൾ അവിടേക്ക് പോകാൻ കഴിയില്ല, അദ്ദേഹത്തെ പോലീസ് തടയുകയാണ്. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അവിടേക്ക് പിന്നെ മുസ്ലിം ലീഗിലെ എംപിമാരും ചെന്നു, അവരെയും കയറ്റാൻ അയച്ചില്ല. ഇപ്പോ ബഹുമാന്യ മറ്റേ നമ്മളെ രാഹുൽ ഗാന്ധി അവിടെ എത്തിയിട്ടുണ്ട്. അയാള് ലോകസഭാ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തെയും കയറ്റിയില്ല. അതിനെ സംബന്ധിച്ച് മുൻ പറഞ്ഞ ആളൊന്ന് ശ്രദ്ധിച്ചോ സാറ്? അയാൾ പറഞ്ഞത് എന്താ? അയാൾ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാനാണ് പോണ്. അയാൾ പ്രസംഗിക്കുമ്പോൾ അവിടെ ജനം കൂടൂലേ, അപ്പൊ അവർക്ക് അരിശം വന്ന് വീണ്ടും വെടിവെപ്പ് നടത്തൂലേ എന്നുള്ളതൊക്കെയാണ് അയാൾ വരുത്തി തീർക്കണത്. അത് നേരെ ചൊവ്വെ കാണാനുള്ള കഴിവ് ആ മനുഷ്യനുണ്ടായില്ല. അപ്പൊ അവിടെ ഇതും അതിന്റെ അപ്പുറമൊക്കെ ചെയ്ത് കൂട്ടാൻ നടക്കുക. ഈ പ്രതിപക്ഷ നേതാവിനെ കയറ്റില്ല, എംപിമാരെ കയറ്റില്ല. അവിടെ സംഘർഷം ഉണ്ടാകുമ്പോൾ പല സ്ഥലത്തും പല കാര്യപ്പെട്ട നേതാക്കൾ ചെന്ന് അത് രമ്യമായി പരിഹരിക്കാനാവും ചെല്ലുന്നത്. അതിനെ അയക്കണില്ല എന്നുള്ളവർക്ക് ഇതുവരെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഹെഡ്ലൈൻ തന്നെ വളരെ ഒരു പിന്നെ ചിരി വരുന്ന കാര്യമുണ്ട്. അങ്ങനെ വിളിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടാ? നിങ്ങൾ ആരാണ്? ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ എന്തോന്ന് എടുത്ത് മറിച്ചളയോ അവിടെ ചെന്നിട്ട്? ചെറിയ സംശയമാണ്. അങ്ങനെ ഒരു സാധാരണ പ്രതിപക്ഷ നേതാക്കൾ എല്ലായിടത്തും ഇങ്ങനെ സ്ഥലങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ ഇവിടെ പിന്നെ വയനാടിന് വേണ്ടി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരന്മാരെ തല്ലി തകർത്ത് മണ്ടേ കൈയും കാലും എല്ലാം അടിച്ചോടിച്ചേക്കാൻ നിങ്ങളെ ചാനലിൽ കൂടെ ഞാൻ കണ്ടോണ്ടിരുന്നില്ല നേരം. അതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ ന്യായീകരിക്കണം. അന്ന് ഇതിനെ കുറിച്ച് ഇത് വയ്ക്കാത്തത് അതിനെയൊക്കെ നമ്മൾ ന്യായീകരിക്കണോ? അതൊക്കെ ശരിയാണെന്ന് പറയണം. അല്ല, അതുപോലെ ഇതൊന്നും സംഭവിച്ചില്ലല്ലോ. അവിടെ ചെന്ന് ഏതെങ്കിലും തലവരിഞ്ഞ പിള്ളേര് പിന്നെ രാഹുലിന്റെ തലേനെ രാഹുൽ ഗാന്ധിയെ യോഗിയല്ലേ സമാധാനം പറയേണ്ടത്? ശ്രീ ഉണ്ണികൃഷ്ണൻ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു പ്രതിപക്ഷ നേതാവ് ഒരു സംസ്ഥാനത്ത് എന്നാൽ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഒക്കെ തലവനായി ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നത്? അവിടെ ഒരു അക്രമം ഉണ്ടായി, എന്തെങ്കിലും രാഹുലിന് സംഭവിച്ചു വയ്ക്കുന്നത് സമാധാനം പറയേണ്ടതാരാണ്? എങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വെച്ച് അക്രമം ഉണ്ടായിക്കൂടെ? അതിന് സംരക്ഷണം ഉറപ്പാക്കാന്നുള്ളതാണ് സർക്കാരിന്റെ യോഗ്യത. അതിന് സമാധാനം പറയേണ്ടവരാണ് യോഗ്യ തന്നെ. അതിന് ശേഷിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നത്? എങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് സംഭവിച്ചാൽ പറയേണ്ടത് യോഗ്യല്ലേ എന്ന്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരൊറ്റ കാര്യം, നിങ്ങൾ ചർച്ചയ്ക്ക് ഇപ്പൊ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയാണ്, ഇത്രയും ഈ ബംഗ്ലാദേശിൽ ഈ ഹിന്ദുക്കളെ തല്ലി തകർത്ത് അവരെ എല്ലാം അടിച്ച് ഓടിച്ച് നാനാ ഭാഗത്ത് ഓടുന്നത്, ഇതുവരെയെങ്കിലും ഈ കോൺഗ്രസിന്റെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരെ ഇങ്ങനെ ഉപദ്രവിക്കരുത്, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇടപെടണോ, ഒരു സമരോ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നത്? ഈ വിഷയമല്ല. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പാർട്ടികളെല്ലാം തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മമതാ ബാനർജിയൊക്കെ അതിരൂക്ഷമായിട്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചിട്ടുള്ളത്. മമതാ ബാനർജിയൊക്കെ അതിരൂക്ഷമായിട്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചത്. കണ്ടൂടെ? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശരി, എന്തായാലും ശ്രീ ശശിധരൻ കൂടി ചേരുന്നുണ്ട് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്തായാലും ഇന്ത്യയിലായാലും ഒക്കെ പ്രധാനമന്ത്രിമാർക്കോ മുഖ്യമന്ത്രിമാർക്കോ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് എന്നൊരു സ്ഥാനം നൽകുന്നത് തന്നെ അവർക്ക് ഇത്തരം വിഷയങ്ങൾ ഇടപെടാനും അവിടെ ചെന്ന് ജനങ്ങളുടെ പൾസറിയാനും ജനങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാനും അതിൽ ഇടപെടാനും ഒക്കെയുള്ള നിയമപരമായി തന്നെയുള്ള അവകാശമുണ്ട്. അത്തരമൊരു അവകാശത്തെ എന്തിനാണ് നിഷേധിക്കുന്നത്? ശ്രീ ശശിധരൻ, കേൾക്കാമോ?
ശശിധരൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശ്രീ കൊല്ലത്ത് നിന്ന് ശ്രീ ബിനോയിയാണ്. ശ്രീ ബിനോയ്ക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. അത് നിങ്ങളുടെ ഒരു ചോദ്യം കറക്റ്റാണ്. യോഗിക്ക് രാഹുൽ ഗാന്ധിയെ പേടി തന്നെയാണ്. കാരണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ യോഗി ആദിത്യനാഥ് വിചാരിച്ചു മൊത്തം BJP പിടിച്ചെടുക്കാന്ന്. പക്ഷെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചതോടുകൂടി യോഗി ആദിത്യനാഥിന്റെ BJPയിലുള്ള അദ്ദേഹത്തിന്റെ 2ാം സ്ഥാനക്കാരൻ എന്നുള്ള ആ വില കൊണ്ട് കളഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമാണ് UP ഗവൺമെന്റും യോഗി ആദിത്യനാഥും കാണിക്കുന്നത്. കാരണം താങ്കൾ തന്നെ പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ, ഇന്ത്യയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ അവിടെ കയറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരെയാ കയറ്റുന്ന? അവിടെ ക്രമസമാധാന നില BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പിടിച്ചു നിർത്തുവാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് യോഗി ആദിത്യനാഥ് മനഃപൂർവ്വം അവിടെ രാഹുൽ ഗാന്ധിയും 5 പേരും പോയി പ്രതിപക്ഷ നേതാവ് അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്. അല്ലാതെ ഒരു അടിക്കോ വഴക്കിനോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അല്ലല്ലോ രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ എവിടെയും ഒരു പ്രശ്നക്കാരനല്ലല്ലോ. അവിടെ ഉണ്ടായ പ്രശ്നത്തിന് എന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ പോയ ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കടത്തി വിട്ടില്ലെങ്കിൽ പിന്നെ ആരെയാണ് ഈ BJP ഗവൺമെന്റ് അവിടെ കടത്തി വിടുന്നത്? ഇതിന് ശക്തമായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പിന്നിൽ ഇതിന്റെ കൈകളുണ്ട്. കാരണം രാഹുൽ ഗാന്ധി വന്ന് അവിടെ ഇതിനേക്കായി വലിയ നേതാവായി പോയാലോ എന്തായാലും UP അടുത്ത പ്രാവശ്യം കിട്ടത്തില്ല എന്ന് കൃത്യമായി അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ബഹുമാന്യനായ KC വേണുഗോപാലിനെയൊക്കെ തടയുന്നത്. അതല്ലേ നിങ്ങൾ മാധ്യമപ്രവർത്തകരും അങ്ങനല്ലേ മനസ്സിൽ വിചാരിക്കുന്നത്? ജനാധിപത്യ വിരുദ്ധമല്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഉമേഷാണ് പാലയിൽ നിന്നും ചേരുന്നത്. ശ്രീ ഉമേഷ്, ഒരു സംസ്ഥാനത്ത് ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ ആ സംഘർഷാവസ്ഥ സ്ഥലത്തേക്ക് മറ്റുള്ളവരെ കടത്തിവിടാതിരിക്കുക എന്നുള്ള തീരുമാനമൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും ആ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കളെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ തന്നെയോ കടത്തിവിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ഉണ്ടാകുന്ന പതിവില്ല. അവരെ അവിടെ പോകാനും അവിടെ അടുത്ത ആളുകളുമായി സംസാരിക്കാനും എല്ലാം അവസരം ഒരുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് രാഹുൽ ആദ്യം MP-മാരും മറ്റ് നേതാക്കൾക്ക് ഒപ്പം ചെന്നു. അതിനുശേഷം 5 പേരെ കടത്തി വിടുമോ എന്ന് ചോദിച്ചു. അവസാനം തന്നെ ഒറ്റയ്ക്ക്, ഞാൻ നിങ്ങളുടെ പോലീസിൻ്റെ കൂടെ ഒറ്റയ്ക്ക് വരാം, ഞാൻ അവിടെ സ്ഥലം സന്ദർശിക്കട്ടെ, ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തെ ആ സ്ഥലം കാണിക്കുന്നതിന് പോലും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അവിടെ നിരോധനാജ്ഞ ഉള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ ജഡ്ജി ഓർഡർ ഉണ്ട്. ഒരു കോടതിയിൽ ജഡ്ജിയുടെ ഓർഡർ ഉണ്ടല്ലോ. അവിടെ കടത്തി വിടാൻ പാടില്ല, ആരെയും കൊണ്ട് കൂട്ടം കൂടാൻ പാടില്ല, മത നേതാക്കന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ. ജില്ലാ ഭരണകൂടത്തിന്റെ ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ലേ, ജില്ലാ ഭരണകൂടത്തിന്റെ ഓർഡർ എപ്പോഴും അത് സർക്കാരുകളുടെ ഓർഡറാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഓർഡർ ഒന്നുമല്ല. അത് ഏത് സർക്കാരായാലും ആ സർക്കാരിന്റെ തീരുമാനത്തിന്റെ കൂടി ഭാഗമല്ലേ ജില്ലാ ഭരണകൂടം ഓർഡറുകൾ ഇടുന്നത്. അല്ല, ഈ പുള്ളി എന്ത് വന്നാലും പോകുമെന്ന് പറഞ്ഞാണല്ലോ അങ്ങോട്ട് പോയത്. എന്താണ് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ സംഘർഷം ഉണ്ടാക്കി പോകണം. ഒരു കോൺഗ്രസ് പോലെ സംഘടനയ്ക്ക് വേണമെങ്കിൽ ഒരു പോലീസുമായി വലിയ സംഘർഷത്തിലൊക്കെ നീങ്ങി ഒരു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയല്ലേ, അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കി പോകണ്ടെന്ന് തീരുമാനിച്ചത് ശരിയായ ഒരു നിലപാടല്ലേ? അല്ല, പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞാൽ 60 ഒറ്റയ്ക്ക് ഭരിച്ചിട്ട് മുള്ളും ഊരിക്കും പറമ്പ് ഈ ലോകത്തിലുള്ള പാർട്ടി എല്ലാം കൂടി ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രതിപക്ഷത്ത് വന്നാലാണോ നിങ്ങൾ ഇത്ര വലിയ അങ്ങനെ അവർ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഒന്നാമത്തെ പാർട്ടി ഇന്ത്യ ചരിത്രത്തിൽ കോൺഗ്രസ് അല്ലേ? BJP ഇപ്പോൾ വളർന്നിട്ട് BJP കഴിഞ്ഞ ഒരു 10-12 വർഷത്തല്ലേ ഉള്ളൂ ഈ വലിയ വളർച്ച ഉണ്ടായ ചരിത്രം പരിശോധിക്കാൻ. അതിന് മുമ്പെല്ലാം കോൺഗ്രസ് ആയിരുന്നില്ലേ ദീർഘകാലം വലിയ പാർട്ടിയായിരുന്നു. അവർ ഇപ്പോഴെങ്ങനെയാണെങ്കിലും ആ പാർട്ടി ഇപ്പൊ ഇത്രയും പാർട്ടിയെ കൂടി ഒരു പ്രതിപക്ഷത്ത് വന്നതിന് എന്തെല്ലാം ഇവിടെ അടിച്ചടക്കുന്നത്? നിങ്ങൾക്കൊന്നും നാണമില്ലാതെ. ഞങ്ങൾ എന്തിനാണ് നാണിക്കുന്നത്? ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഒരു പാർട്ടി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഉൾക്കൊള്ളുന്ന പാർട്ടി. ഇന്ത്യയിൽ യോഗി പോയി, രാജ്യം വിട്ടു പോയി. കാരണം എന്താ വെച്ചാൽ ന്യൂസ് 8 ഇവിടുത്തെ ഈ ഇത് കണ്ടത്. ഇത് തന്നെ രാവിലെ സുരേന്ദ്രൻ പറഞ്ഞ അച്ചാരവും മേടിച്ചോണ്ടുള്ള പരിപാടി കണ്ടല്ലോ. കുറെ നാളായി ഞങ്ങൾ ആരുടെയും അച്ചാരവും മേടിച്ചിട്ടില്ല. അവിടെ കൃത്യമായി തന്നെ മാധ്യമപ്രവർത്തകർ സുരേന്ദ്രന് കൃത്യമായ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അയ്യോ, അതെ മറുപടി കൊടുത്തു. മാധ്യമപ്രവർത്തകർ കൃത്യമായ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടർ തന്നെയാണ് സംസാരിച്ചത്. കൃത്യമായി ഇങ്ങോട്ട് ചോദിച്ചതിന് കൃത്യമായി തന്നെ മറുപടി അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ബിജെപിയുടെ ഒരു രോമത്തെ തൊടലാക്കി. BJP-യുടെ രോമത്തെ തൊടൽ ഞങ്ങളുടെ ആവശ്യമല്ല ശ്രീ ഉമേഷ്. നിങ്ങൾ മുസ്ലിം തീവ്രവാദിക്ക് വേണ്ടി കൂട്ടുപിടിച്ച ഞങ്ങൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി. ശ്രീ ഉമേഷ്, താങ്കള് മുസ്ലിം തീവ്രവാദി ഹിന്ദു, ഞങ്ങൾക്ക് BJP-യുടെയോ കോൺഗ്രസിന്റെയോ CPM-ന്റെയോ അച്ചാരമില്ല. അല്ലല്ല, അതെ കോൺഗ്രസിന്റെ അച്ചാരം മേടിച്ചിട്ട് ഇപ്പൊ CPM-നെ നിങ്ങൾ ആക്രമിക്കല്ലേ? കോൺഗ്രസിന്റെ അച്ചാരം ഞങ്ങളെ എല്ലാ പാർട്ടിക്കെതിരെ ചോദിച്ചിട്ടില്ലേ? അല്ലാതെ സ്ഥിരമായ ഒരു പാർട്ടിക്കെതിരെ മാത്രമല്ലല്ലോ. നിങ്ങൾ ആക്രമിച്ചോണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ കുറെ ചാലുകാരെ, കുറെ കള്ളന്മാരെയും കൊള്ളക്കാരുടെയും ചാലിലൂടെ തുടങ്ങിയിട്ടുണ്ട്. മുട്ടിമരം മുറിക്കാരുടെയും ബ്ലേഡ് വാറിന്റെ 24-ഉം. ലോകത്തിലെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ബ്ലേഡുകാരനാണ്
കോലും കോല. അതെ, വേറെ ആളുകൾ പലതരത്തിൽ ചാനലുകൾ തുടങ്ങും. ചാനൽ മുതലാളിയുടെ നോക്കിയല്ല. ചാനലുകാരുടെ മുതലാളിമാരെ ഞങ്ങൾ നോക്കും. നല്ല ശരി, നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും നോക്കിക്കോളൂ. അപ്പൊ നിങ്ങളെ മുതലാളിമാരെ ഈ കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരന്മാരും ശരി, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പറയാം. നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കണ്ട. നിങ്ങളുടെ തീവ്രവാദിയുടെ ഒപ്പം നിന്നു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ നിലപാട് അങ്ങനെ. എന്തായാലും യോഗി നാട് വിട്ട് പോയി. യോഗി ഇന്ത്യ വിട്ട് പോയി. ഇന്ത്യയിൽ ഇല്ല. ഇപ്പൊ ന്യൂസ് എയ്റ്റിൽ എഴുതി കാണിച്ചപ്പോഴേ പോയങ്ങ് രാജ്യം വിട്ട് പോയി കേട്ടോ. ശരി, എന്തായാലും താങ്കൾക്ക് സന്തോഷമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു സംസ്ഥാനത്തേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് എത്തുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കി അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ആ സംസ്ഥാന സർക്കാരിനുണ്ട്. അതിന് യോഗിയല്ല, ആരായാലും ഉണ്ട്. അങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ചെല്ലാമെന്ന് ഒരു പ്രതിപക്ഷ നേതാവ് ധൈര്യത്തോടു കൂടി പറയുമ്പോൾ, എന്നിട്ട് പോലും, അല്ലെങ്കിൽ ഒരു വൻ കൂട്ടമായി ചെല്ലാമെന്നല്ല പറയുന്നത്, ഒറ്റയ്ക്ക് ചെല്ലാം എന്ന് പറയുമ്പോൾ പോലും അതിന് സമ്മതം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയല്ല എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് BJPയുടെയോ അല്ലെങ്കിൽ CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പക്ഷം പിടിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പറയണമെന്നോ ഒരു പാർട്ടിയെ നശിപ്പിക്കണമെന്നുള്ള അജണ്ടയില്ല. പക്ഷേ ഏത് പാർട്ടിയായാലും തെറ്റ് കാണിച്ചാൽ ആ കാര്യത്തിൽ അങ്ങനെ തന്നെ നിലപാടെടുക്കുകയും ആ കാര്യത്തിൽ അങ്ങനെ തന്നെ പറയുകയും ചെയ്യും. പൊതുവേദി മുൻ ലക്കങ്ങളൊക്കെ പരിശോധിച്ചാൽ കൃത്യമായി അത് അറിയുന്നത് തന്നെയാണ് അതിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക്. കണ്ണൂരിൽ നിന്നും ശ്രീ ദാസൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു സംഘർഷ സ്ഥലത്തേക്ക്, ഇപ്പോഴും സംഘർഷം അടങ്ങാത്തൊരു സ്ഥലത്തേക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞ കുറേ കാലമായി ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ അടക്കം കടത്തിവിടുന്നില്ല. അവിടേക്കാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പോകാമെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെയും പോലീസ് തടയുകയാണ്. ഞാൻ പിന്നെ കടത്തിവിടാൻ പാടില്ലെന്ന് നേതാക്കല്ല. കാര്യം ഞാൻ പറഞ്ഞ കിരൺ ബാബു, ഈ ഇന്ത്യയില് ഒരു കാരണം ഇവിടെ സംഭവിക്കാൻ പാടില്ല. പള്ളിയകത്ത് രാമക്ഷേത്രം പണിതതിൽ ഏറ്റവും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ എങ്കിൽ തന്നെയും ഇപ്പൊ രാഹുൽ ഗാന്ധി ഇവിടെ ചെന്ന് കഴിഞ്ഞാല് കൂടുതൽ പ്രശ്നം വഷളാവും. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് നല്ലതാണ്. നമുക്ക് ഏറ്റവും വേണ്ടത് ഈ നാട്ടിലെ വർഗീയതകൾ ഇല്ലാതിരിക്കുക. അപ്പൊ രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് കഴിഞ്ഞാല് പുള്ളി വെറുതെ പോകുന്നതല്ല, പുള്ളി ഒരു മതത്തിന് പോകുന്നത്. അപ്പൊ അത് തന്നെ തെറ്റാൻ അവിടെ പോകാൻ പാടില്ല. ഇപ്പൊ നമ്മൾ കോടതിന് പറഞ്ഞല്ലോ പോകാൻ പാടില്ല. പിന്നെ കോടതി ടിക്കറ്റ് പോകാൻ പാടില്ലല്ലോ. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇനിയെങ്കിലും ഈ നാട്ടിലെ അമ്പലവും പള്ളിയോ 47 എങ്ങനെയുണ്ടോ അതുപോലെ ആണ്. ഒരു പള്ളിയും ഒരു അമ്പലവും ഒരുത്തരം പിടിച്ചെടുക്കണ്ട. എന്തിനാണ് ആരൊക്കെ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്? എന്ത് അമ്പലവും പള്ളി ഈ നാട്ടിൽ നിന്ന് മുഴുവൻ അമ്പലവും പള്ളിയും മുടിഞ്ഞു പോയാൽ അത്ര സന്തോഷം ചിന്തിക്കുന്ന ആളെ. ശരി, താങ്കൾ എന്തായാലും പറഞ്ഞത് വളരെ, താങ്കളുടെ ഒരു അഭിപ്രായം വളരെ ശക്തമായി തന്നെയാണ് പറഞ്ഞത്. ശ്രീ കാസർഗോഡ് നിന്നും ശ്രീ സന്തോഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ അങ്ങോട്ട് വിടാത്തത് തീർത്തും ദൗർഭാഗ്യകരമാണ്. കാരണം ഈ പ്രധാനമന്ത്രിയുടെ ആ ഒരു പൊസിഷന്റെ ഇതിൽ തന്നെ വരും പ്രതിപക്ഷ. നാളെ എന്താ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയ ഇവർ തടയോ? ഇല്ലല്ലോ. ഇപ്പൊ മണിപ്പൂരില് പ്രശ്നം നടന്നു. പ്രതിപക്ഷ നേതാവ് അവിടെ പോയിട്ടില്ലേ? പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ലല്ലോ ആ സമയത്ത്, പോയിട്ടില്ലേ? അവിടെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നത്തില് ഇവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും കിട്ടുമടി. പിന്നെ രണ്ടാമത് ഇവിടെ ഈ കേരളത്തിൽ ഇത്ര വർഗീയവാദികൾ ഉണ്ടല്ലോ എന്ന് വല്ലാത്ത സങ്കടം വരുന്നത്. കാരണം കൊറോണയും വെള്ളപ്പൊക്കം വന്ന മുസ്ലിങ്ങളെ ബ്ലഡാണോ മുസ്ലിങ്ങളാണോ രക്ഷപ്പെടുത്തുന്നത് ഇവരാരും ചിന്തിച്ചിട്ടില്ല. ആര് തരുന്ന ഭക്ഷണമാണോ അരിയാണോ എന്ന് ചിന്തിച്ചിട്ടില്ല. അന്നൊക്കെ മേടിച്ച് കഴിക്കാൻ ഒരു ബ്ലഡ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ബ്ലഡ് മേടിക്കാനൊക്കെ ഈ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും എല്ലാവരും വാങ്ങും. മലയാളിയുടെ ഒരു ശ്രീ സന്തോഷ്, മലയാളിയുടെ ഒരു ചില സമയത്ത് ചുരുക്കം ചില ആളുകളുടെങ്കിലും പ്രത്യേകതയാണ്. പ്രളയം വന്നാലോ മഹാവ്യാധികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നുമില്ല. അന്ന് ജാതിയും മതവും തീണ്ടലും തൊടിയിലും ഒന്നുമില്ല. എല്ലാവരും കയറും. അല്ല, പൊലയം കൊടുത്താൽ ചോറ് കഴിക്കും നമ്പൂരി അന്നേരം. വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ആളുകൾ പറഞ്ഞതുപോലെ പ്രളയം കഴിയുമ്പോൾ ഈ പാമ്പുകൾ ഓരോരാളെ ചർച്ച ചെയ്യുമ്പോൾ ഓരോരാള് ന്യൂസ് എയ്റ്റിൽ വിളിച്ച് പറയുമ്പോ ഉണ്ടല്ലോ സ്വന്തം TV ആയിട്ട് തല്ലിപ്പൊട്ടിക്കാൻ തോന്നുന്നില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ TV തല്ലിപ്പൊട്ടിക്കണ്ട. ചില ആളുകൾ കൂടി ചേരുന്നതാണ് നമ്മുടെ സമൂഹം. പക്ഷെ മഹാഭൂരിപക്ഷം പേരും അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്നതല്ല എന്ന് നമുക്ക് കരുതാം. നാളെ റോഡിൽ കടന്ന മുസ്ലിങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഇവന്മാരാരും സഹായം തേടൂലേ? അങ്ങനെയില്ല. ആരും മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ നോക്കിയല്ല ആരും സഹായങ്ങൾ തേടുന്നതും അല്ല. അപകടം വരുമ്പോൾ മനുഷ്യരായി നിൽക്കുക എന്നുള്ളതാണ്. ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്. ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു സംഘർഷ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അദ്ദേഹത്തെ അതിർത്തിയിൽ തന്നെ തടയുകയാണ്. സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ രീതി അനുസരിച്ച് അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കി അവിടെ സ്ഥലം സന്ദർശിക്കാൻ അനുമതി നൽകുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രീതി. അതിനെ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ലംഘിക്കുന്നത്? ഞാനൊരു ആർട്ടിസ്റ്റാണ്.
ഒരു ജാതി വേണ്ട, ഒരു മതം വേണ്ട, ഒരു ദൈവം വേണ്ട. ശ്രീനാരായണ ഗുരു പറയുന്നത് ശരി. മതത്തിനും ജാതിക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. നിങ്ങൾ നോക്കുക, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ക്രൂരതകളും കൊലപാതകങ്ങളും സാഡിസ്റ്റിക്കായി കാര്യങ്ങൾ ചെയ്യുന്നത് വിവിധ മത സംഘടനകളാണ്. അത് ഹിന്ദു തീവ്രവാദികളായാലും ഇസ്ലാം തീവ്രവാദികളായാലും ക്രിസ്ത്യൻ തീവ്രവാദികളായാലും. നേരെ മറിച്ച് യുക്തിവാദികളെ കൊണ്ടോ റേഷനിസ്റ്റുകളെ കൊണ്ടോ ആക്ടിവിസ്റ്റുകളെ കൊണ്ടോ യാതൊരു കുഴപ്പമില്ല. ആൾക്കാർ പറയും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ആൾക്കാർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു. മറിച്ചാണ് അനുഭവം. എന്ന് മാത്രമല്ല, ഈ ഇവിടെ വറുത്തന്മാരല്ലാത്ത ആരുള്ളത്? ഇവിടുത്തെ ആര്യന്മാര് വറുത്തന്മാരല്ലേ? ഇന്ന് കാണുന്ന RSSകാര് പ്രതിനിധാനം ചെയ്യുന്ന ബ്രാഹ്മണിസം ഇതൊക്കെ എല്ലാം വറുത്തന്മാരല്ലേ? ഇറാനിൽ നിന്ന് വന്നവരാണ്. ഈവൻ ഇവിടുത്തെ ദ്രാവിഡന്മാര് പോലും. ഇവിടുത്തെ ദ്രാവിഡന്മാരുടെ മുമ്പിലും ആര്യന്മാര് വറുത്തന്മാരാണ്. ദ്രാവിഡന്മാര് പോലും ഇറാൻ ഭാഗത്ത് നിന്ന്, ആ ഏരിയയിൽ നിന്ന്, ഇന്ന് കാണുന്ന ഇറാൻ മെസോപ്പൊട്ടേമിയ ആ ഭാഗത്ത് വന്നവരാണ്. ആഫ്രിക്കയിൽ നിന്നാണ് അതിനു മുമ്പ് ഭൂമി മനുഷ്യരുണ്ടായിട്ടുള്ളത് വന്നിട്ടുള്ളതും. ഇതിന് എന്ത് പ്രസക്തിയുള്ളത്? ഒരു മതം വേണ്ട, ജാതി വേണ്ട, ദൈവം വേണ്ട, ഒരു പള്ളിയും വേണ്ട, അമ്പലം വേണ്ട. അത്രയും അന്ധവിശ്വാസം കുറയുക തന്നെ. മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്യുക, മനുഷ്യനെ സഹായിക്കുക, മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക, അതൊന്നും ചെയ്യണമെന്നുണ്ട്. ഇവിടെ യാതൊരു യുക്തി ഒരു കാര്യത്തിലുമില്ല, ഒരു സ്റ്റാൻഡും ഇല്ല. മോസ്കും വേണ്ട, ഒന്നും വേണ്ട. ശ്രീകണ്ഠനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീകണ്ഠൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു സംഭവത്തിൽ എന്ത് നിലപാടാണ് ശരിയെന്ന് തോന്നുന്നു? ശ്രീകണ്ഠൻ, താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? TV മ്യൂട്ട് ചെയ്ത ശേഷം പറയാം. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ പിന്നെ കോടതി പ്രധാനമന്ത്രിയോ പ്രതിപക്ഷ നേതാവിനോ പോകണ്ടെന്ന് പറഞ്ഞായിട്ട് എനിക്ക് അറിവില്ല. പിന്നെ ഒന്ന് ഒറ്റയ്ക്ക് പോകുന്നിടത്ത് നിരോധനാജ്ഞ ബാധകമാണോന്നും അറിയില്ല. ഈ പുറം ലോകം ഇത് അറിയുമെന്നുള്ള ഒരു ഒറ്റ പേടിയാണ് ഇവർക്കുള്ളത്. മണിപ്പൂര് നടന്നപ്പോഴത്തേക്കും ഇതുപോലെ രാഹുൽ ഗാന്ധി പോയി ഒരു പ്രശ്നം ഉണ്ടാക്കി, പിന്നെ നിർബന്ധിച്ചു പോയി. അങ്ങനെയുള്ള ഈ അവിടുത്തെ ഏറെക്കുറെ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത്. ഇവിടെ ഈ 5 പേരെ വെടിവെച്ച് കൊന്നതും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ രാഹുൽ പോയിട്ടല്ലല്ലോ. അവിടെ ശാന്തിക്ക് വേണ്ടി, ശാന്തി സമാധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. ഇവർക്ക് ഇത് തന്നെയാണ് ഈ കേരളത്തിൽ ഈ വർഗത്തിന് ജനം അടുപ്പിക്കാത്ത കാര്യം ഇതാണ്. ഇവിടെ അവിടുത്തെ പോലെ തന്നെയാണ് ഈ കേരളത്തിൽ വന്നാലും നമ്മളും അനുഭവിക്കേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് നമ്മുടെ യൂട്യൂബിൽ ശ്രീ രഘുനന്ദനൻ തിരുവില്ലാവാരം ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഒരു നേതാവിനെ മറ്റൊരു നേതാവിന് ഭയമുള്ളത് തന്നെയാണ് ഇങ്ങനെ വഴിയിൽ തടയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, വെള്ളമുണ്ടയിൽ നിന്നും ശ്രീ ലിയോ ആണ്. ശ്രീ ലിയോ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിലെ അഭിപ്രായം? എന്റെ അഭിപ്രായം, ഇവിടെ മരിക്കുമ്പോൾ ഇവന്മാരെല്ലാ നേതാക്കന്മാരും ചെല്ലാറുണ്ടല്ലോ. ഏത് നേതാവ് മരിച്ചാലും പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ, TV ശ്രദ്ധിക്കാതെ പറഞ്ഞോളൂ. എല്ലാ നേതാക്കന്മാരും മരിക്കുമ്പോൾ ചെല്ലുന്നുണ്ട്, പുകഴ്ത്തി പാടുന്നുണ്ട്. എന്നിട്ട് പ്രതിപക്ഷ നേതാവിന് അധികാരങ്ങളൊന്നും ഇല്ലേ, അവകാശങ്ങളൊന്നും ഇല്ലേ? ഇന്ത്യൻ പീനൽ കോഡിൽ എന്തൊക്കെയാണ് നിയമം പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ എന്തൊക്കെയാണ് നിയമം പറഞ്ഞിരിക്കുന്നത്? അതാണ് എനിക്കറിയണ്ടേ. രാഹുൽ ഗാന്ധി അവർക്കെന്നും കരുതി അവിടെ ഭൂലോകം ഇടിഞ്ഞു വീഴുവൊന്നുമില്ലല്ലോ. പുള്ളി ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ? ഞാൻ രാവിലെ തൊട്ടിട്ട് കാണുന്ന. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും കൂടി ചേരുന്നത്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? അല്ല, യോഗിയെ സംബന്ധിച്ച് യോഗിക്ക് ഭയക്കേണ്ടുന്ന ഒരു കാര്യവും രാഹുലിനെ ഭയക്കേണ്ടുന്ന ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം, ഈ രാഹുല് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും പോയി ഇവിടെ ഏതാണ്ട് വലിയ സംഭവങ്ങൾ നടക്കുന്നെന്ന് പറയുന്ന ഒരു കക്ഷിയാ പുള്ളി. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അതിനെ പറയണ്ടേ? ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണ്ടേ? അത് രാജ്യത്തിന് പുറത്തു പോയി പറയേണ്ട കാര്യമൊന്നും. രാജ്യത്തിന് പുറത്തു പോയാലും ചില കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? ഇവിടുന്ന് ഇപ്പൊ പോയി അവിടെ ചെന്ന് ഇവിടെ ഇത് കണ്ടില്ലയോ എന്നൊക്കെ പറയേണ്ടുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള ആളുകൾക്കൊന്നും ഒരു ഭയവും ഉണ്ടാകത്തില്ല. പിന്നെ എന്താണ് എന്റെ ഒരു സംശയമാണ് ശ്രീ വിജയൻ, എന്റെ ഒരു സംശയമാണ്, പിന്നെ എന്താണ് അദ്ദേഹത്തെ അവിടെ പോകാൻ തടയുന്നത്? ഏറ്റവും അദ്ദേഹത്തെ എന്തിനാണ് തടയുന്നത്? ഞാൻ ഒറ്റയ്ക്ക് കോടതിയല്ലല്ലോ, ജില്ലാ ഭരണകൂടത്തിൽ ഉത്തരവെന്നൊക്കെ പറഞ്ഞാൽ താങ്കൾക്ക് അറിയാവുന്ന ആളല്ലേ. അവിടെ പോകാനൊക്കാത്തത് കൊണ്ട് അവിടെ പോയി വിവരങ്ങൾ തിരക്കിക്കൊണ്ട് വരാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്ന പോലെ നിയോഗിച്ചല്ലേ ആള്.
അങ്ങനെയല്ലല്ലോ, ഒരു പ്രതിപക്ഷ നേതാവ് അവിടെ അവസാനം അദ്ദേഹം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം, നിരോധനാജ്ഞയുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷ നേതാവായാൽ അങ്ങനെ ഒരു സ്ഥലത്ത് സന്ദർശിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമില്ലേ? അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അവിടെ മൂടി വെക്കുകയാണോ? സത്യം പറയുന്നത് യോഗി പറയുന്നതാണോ സത്യം എന്ന് അറിയണ്ടേ? സാറേ, ഈ വഖഫ് ബോർഡ് അല്ലല്ലോ വിഷയം. കാര്യങ്ങൾ തന്നെ ഇത് വഖഫ് ബോർഡ് അല്ലല്ലോ വിഷയം. കുത്തിക്കറക്കും പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പക്ഷേ യു പിയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ യോഗി ആദിത്യനാഥിനല്ല, ഇന്ത്യ മുന്നണിക്കാണ് മേൽക്കൈ ഉണ്ടായിരുന്നത്. അതവിടെ അത് സംഭവം സത്യം തന്നെ. അതൊക്കെ മാറി വരുമല്ലേ ഈ എന്നും എല്ലാ സമയത്തും. ഇപ്പം മഹാരാഷ്ട്രയിലെ കാര്യം അങ്ങനെ പറഞ്ഞാൽ സാറെന്ത് പറയും? മഹാരാഷ്ട്രയിലെ കാര്യം 16 സീറ്റാ കോൺഗ്രസിന് കിട്ടിയത്. ഈ വലിയ മനുഷ്യന്, ഈ രാജ്യം മുഴുക്ക നടന്ന ആ വലിയ മനുഷ്യന് കിട്ടിയത് 16 സീറ്റാ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച ഇനിയും തുടരേണ്ടതുണ്ട്. സംഭൽ സംഘർഷ സ്ഥലത്തേക്ക് എത്തിയ രാഹുൽ ഗാന്ധിയെ അതിർത്തിയിൽ തന്നെ തടയുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ടും യോഗി ആദിത്യനാഥിന്റെ പോലീസ് രാഹുലിനെ തടയുന്നത്? യോഗിക്ക് രാഹുലിനെ ഭയമാണോ എന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരും. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. യോഗിക്ക് രാഹുലിനെ ഭയമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ശ്രീ മൊയ്തീനാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ശ്രീ മൊയ്തീൻ, ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് ഈ സംഘർഷ സ്ഥലം സന്ദർശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞ് യോഗി ആദിത്യനാഥിന്റെ പോലീസ് മടക്കി അയച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? യോഗി ആദിത്യനാഥിന് രാഹുൽ ഗാന്ധിയെ പേടി തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. നിങ്ങളുടെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള അതേ തന്നെയാണ്. പേടി കൊണ്ട് തന്നെയാണ് തടഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇപ്പോ രാഹുൽ ഗാന്ധി അല്ല പേടിക്കേണ്ടത്, അതിലുപരി ശ്രീമതി സോണിയാഗാന്ധി എവിടെയാണ് പേടിക്കേണ്ടത്? പിന്നെ പ്രിയങ്ക ഗാന്ധി രാജ്യം പ്രിയങ്ക ഗാന്ധിയുടെ കൈകളിലേക്ക് എത്തും. അതിന്റെ ഭയമാണ് ഇപ്പൊ യോഗിക്കും നരേന്ദ്രമോദിക്കും ഭരണകൂടത്തിനൊക്കെ ഉള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്നും ചേരുന്നത്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് ഇപ്പൊ രാഹുൽ ഗാന്ധി അവിടെ പോയത്, രാഹുൽ ഗാന്ധിയും പെങ്ങളും അവിടെ പോയത് എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ മുസ്ലിങ്ങൾ പ്രശ്നത്തിലാണ്, അവരെ സഹായിക്കാൻ പോയതാണ്. അതേസമയത്ത് മുനമ്പത്ത് പോയില്ല. മുനമ്പത്ത് പപ്പും പിങ്കിയും രണ്ടുപേരും പോയില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് പിന്നെ അതെന്താ അവിടെ പോകാഞ്ഞത്? ശ്രീ രാജൻ, മുനമ്പവും എങ്ങനെയാണ് ഈ സമ്പലും മുനമ്പവുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ സാദൃശ്യമുണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ ശ്രീ രാജൻ താങ്കളുടെ അഭിപ്രായമൊക്കെ പറയുന്നത് കൊള്ളാം. പക്ഷേ ഈ മുനമ്പത്തെ കൊണ്ടുവന്ന് ഈ സമ്പലുമായിട്ടൊക്കെ 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒട്ടേറെ വീടുകളും സ്ഥാപനങ്ങളും എല്ലാം കത്തിക്കുകയും ഒക്കെ ചെയ്ത ആ സ്ഥലവും സമാധാനപൂർവ്വമായി നിൽക്കുന്ന മുനമ്പത്തെ ഉണ്ടാകുന്ന ഒരു കേസാണ്. ആ കേസിന് പരിഹാരം ഉണ്ടാകണം, അവിടെ പ്രശ്നമില്ല എന്നല്ല. പക്ഷെ ഇത് തമ്മിൽ ഒരു തരത്തിലും താരതമ്യമേ ഇല്ലാത്ത കേസാണ്. അവിടെ പോയില്ലേ എന്ന് ചോദിക്കാൻ ഒരു ന്യായമില്ല. പറഞ്ഞു കഴിഞ്ഞോ? ഇപ്പൊ ഇത് സമ്പലിൽ ഇപ്പോഴല്ലേ പോയത്? ഇവിടെ നിന്ന് ജയിച്ചു പോയ ആള് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ഉണ്ടെന്ന് പാടുന്നല്ലോ. ഈ പപ്പും പിങ്കി അത് കണ്ടില്ല. അവിടെ ശരി, ഓക്കെ. എന്തായാലും ഈ രണ്ടിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതിന് നമുക്ക് എന്തായാലും ശ്രീ രാജൻ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മുനമ്പത്തെ ജനങ്ങളുടെ ജീവനൊന്നും ഭീഷണിയൊന്നും നേരിടുകയോ അല്ലെങ്കിൽ അവരാരും കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അത് മറ്റൊരു വിഷയമാണ്. മുനമ്പ് വിഷയം ഗൗരവമുള്ളതല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇത് തമ്മിൽ ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയുന്ന വിഷയമല്ല മുനമ്പവും സംഭലും തമ്മിൽ. ശ്രീ ഹസൻ ബാവയാണ് മലപ്പുറത്തു നിന്നും ചേരുന്നത്. ശ്രീ ഹസൻ ബാവ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാല് ഒരു പ്രധാനമന്ത്രി റാങ്കിൽ ഇരിക്കുന്ന ഒരു ലീഡറാണ്. അങ്ങനത്തെ ഒരു പ്രതിപക്ഷ നേതാവിനെ സമ്പൽ സന്ദർശിക്കാൻ കയറ്റുന്നില്ല. യോഗി ആദിത്യനാഥ് സന്ദർശിക്കാൻ അനുവദിക്കില്ല എന്ന ജനാധിപത്യം നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ. ഇതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ 5 എംപിമാര് അങ്ങോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു. നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളാണ് അവരെ പോലും അങ്ങോട്ട് കടത്തിവിടുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ജനാധിപത്യം എവിടെയാണ്? ജനാധിപത്യം അസ്തമിച്ചില്ലേ? എന്നാലും ജനാധിപത്യം അസ്തമിച്ചു എന്നും പറയാൻ കഴിയില്ല. പലതരം വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ നേരിട്ട് ഇന്നും ലോകത്തെ മറ്റു പല രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളും ഏകാധിപത്യത്തിലേക്കും പട്ടാള ഭരണത്തിലേക്കും ഒക്കെ പോകുമ്പോഴും ഇന്ത്യ എന്ന മഹാരാജ്യം ഇപ്പോഴും ജനാധിപത്യത്തിൽ പുലരുന്നുണ്ട്. അതിൽ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകുന്നവർ തന്നെയാണ്. ജനാധിപത്യത്തിന്റെ പച്ച മലയാളം എന്താണ്? താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസികളും എല്ലാ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അധികാരം ഇന്ത്യയിൽ ഉണ്ടാവണം. അത്തരം അവസ്ഥ ഇന്ത്യയിൽ ഇല്ലല്ലോ. ശരി, ഓക്കെ. എന്തായാലും പൂർണ്ണമായും ജനാധിപത്യം തകർന്നുപോയി എന്നൊന്നും പറയുന്നതിൽ
കാര്യമില്ല. ജനാധിപത്യത്തിന് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ നേരിട്ട് തന്നെയാണ് ഈ ജനത മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ശ്രീമതി ജയയാണ് കൊല്ലത്ത് നിന്ന് ചെയ്യുന്നത്. ശ്രീമതി ജയ, അവിടെ ഒരു സംഘർഷം നടക്കുന്നു. ആ സംഘർഷ സ്ഥലത്ത് കഴിഞ്ഞ കുറേ കാലമായി ദിവസങ്ങളായിട്ടും യു പിയിലെ പ്രതിപക്ഷ നേതാക്കളെ ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. എന്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ പോലും കടത്തിവിടുന്നില്ല? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. യോഗിക്ക് രാഹുലിന് പേര് തന്നെയാണ്. അതാണ് നമ്മുടെ 145 കോടി ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കയറ്റിവിട്ടത് കൊണ്ട് എന്ത് സാധിക്കാൻ പോകുന്നു അവിടെ? തന്നെയല്ല, ഒറ്റയ്ക്ക് ചെല്ലാവെന്ന് പറഞ്ഞ് അവിടെ ബോംബിടാനൊന്നും പുള്ളി പോകുന്നില്ലല്ലോ. പുള്ളി ഇതിന്റെ ഇടയ്ക്ക് മണിപ്പൂർ പ്രശ്നം ഉണ്ടായപ്പോ അദ്ദേഹം പോയായിരുന്നു. എന്തെങ്കിലും ഇഷ്യൂ അവിടെ ഉണ്ടാക്കിയോ? അപ്പം ഇത് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കയറ്റി വിടാത്തത്. മണിപ്പൂരിൽ പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എവിടെ പോയി ഒളിച്ച്? എങ്ങും അദ്ദേഹം പോയില്ലല്ലോ. അതുപോലെ അല്ല പ്രതിപക്ഷ നേതാവ് നമ്മുടെ 145 കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിപക്ഷ നേതാവാ. അദ്ദേഹം ചെല്ലുമ്പോ അദ്ദേഹത്തിനെ കയറ്റി വിടാനുള്ള ഒരു ഉത്തരവാദിത്വം ജനാധിപത്യപരമായിട്ടുണ്ട്. അത് തടയുന്നത് അവർക്ക് എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. അതുകൊണ്ടാണ് എന്റെ ഒരു അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. രാഹുലിനെ പേടി തന്നെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. രതീഷാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രതീഷ്, താങ്കൾക്ക് ഇതിൽ ഏത് അഭിപ്രായമാണുള്ളത്? ഇതില് ഇപ്പൊ രാഹുലിനെ അങ്ങോട്ട് കടത്തി വിടുന്നതിന് ഭയപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നാട്ടുകാർ കൂടി തല്ലിക്കൊന്നു കഴിഞ്ഞാൽ സമാധാനം യോഗി പറയേണ്ടവരൂല്ലേ? കൊടുക്കാൻ പറ്റൂല. പിന്നെ ഒറ്റയ്ക്ക് ഇല്ലാതെ ഒറ്റയ്ക്ക് പോകാനാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? രതീഷ്, ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് യു പിയിൽ ചെന്നാൽ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ പോലും ശേഷിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സ്റ്റേറ്റിനും കൂടിയും വരില്ലേ? ആ സംരക്ഷണം ഒരുക്കാനുള്ള ശേഷിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ സ്റ്റേറ്റിൽ ഒരു മുഖ്യമന്ത്രി ഉള്ളത്? അപ്പൊ അതിന് മുൻകൂർ അനുമതി കാര്യങ്ങളൊക്കെ മേടിക്കണം. അല്ലാതെ ഒറ്റ ജാഥ എടുത്തിട്ട് ഇപ്പൊ തന്നെ എനിക്കാണ് കടന്നു പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിടൂല. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു സംസ്ഥാനത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ അതിനെ തടയുന്നതാണോ? പറഞ്ഞു അവിടെ ആളുകൾ നാട്ടുകാർ കൂടി തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ആ പ്രതിപക്ഷ നേതാവിനെ തല്ലിക്കൊല്ലല്ലേ? പ്രതിപക്ഷ നേതാവിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാതെ ഒരു തരി മണ്ണ് വീഴാതിരിക്കാനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ മുഖ്യമന്ത്രിക്കുണ്ട്, ആഭ്യന്തരമന്ത്രിക്കുണ്ട്. അതിന് കഴിയുന്നില്ലെങ്കിൽ അവരവിടെ ഇരിക്കരുത്. അതിന് കഴിയുന്നില്ലെങ്കിൽ അവരവിടെ ഇരിക്കാൻ യോഗ്യരല്ല. ശ്രീ രതീഷ്, അതിന് ശേഷിയില്ലെങ്കിൽ അവരവിടെ ഇരിക്കാൻ യോഗ്യരല്ലെന്നാണ് അതിനർത്ഥം. യോഗ്യരല്ലെങ്കിൽ യോഗ്യരല്ലാതെ ആക്ക് എല്ലാവരും കൂടി അത്രത്തോളം മോശപ്പെട്ട ഒരാളാണോ യോഗി? അല്ലാണ്ടാക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. ശ്രീ രതീഷ്, അത്രത്തോളം മോശപ്പെട്ട ഒരാളാണോ യോഗി? താങ്കൾക്ക് അങ്ങനെ അഭിപ്രായമാണ്? അത്രത്തോളം മോശപ്പെട്ട ഒരാളാണോ യോഗി? അത്രത്തോളം അഭിപ്രായമുള്ളതാണ് യോഗി. എന്തായാലും കൊള്ളാം. താങ്കൾക്ക് എന്തായാലും ഒരു സംസ്ഥാനത്തിലെ കേരളത്തിലേക്ക് അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ക്ഷേത്രം പണിയുകയും ചെയ്യും. അവിടെ പണ്ട് പൊളിച്ചേക്കണമെന്നാണെങ്കിൽ അത് നിരീക്ഷിക്കാനുള്ള പ്രശ്നത്തിന്റെ കാര്യങ്ങളുടെ പുറത്താണുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവിടുത്തെ പ്രശ്നങ്ങളൊന്നും അല്ല. അവിടുത്തെ പ്രശ്നത്തിലെ യോഗിക്ക് പേടിയുണ്ടോ? പേടിയില്ലെങ്കിൽ എന്തിനാണ് തടയുന്നതെന്നാണ് എൻ്റെ ചോദ്യം. നിസ്സാരമായ ചോദ്യമാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലേക്ക് പ്രധാനപ്പെട്ട BJP-യുമായി കേരളത്തിലെ സർക്കാർ എതിരാണെങ്കിൽ BJP-യുടെ ഒരു പ്രധാന നേതാവ് കേരളത്തിൽ വന്നാൽ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? അവരെ ആരെങ്കിലും കേരളത്തിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞ് തിരിച്ചുവിടുകയാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരു നേതാവല്ല ഇത്. പ്രതിപക്ഷ നേതാവാണ് ലോക്സഭയുടെ. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് പറയാം. കിരൺ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ കഴിഞ്ഞ ശ്രോതാവിനെ കൊള്ള അതുപോലെ അതിന് മുമ്പ് സംസാരിച്ച BJP കാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടാത്തൊന്നും ഇതേതാണ്ട് പിന്നെ വെള്ളരിക്കാപ്പട്ടണമാണെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും ഒരു നേതാവ് ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എവിടെയെങ്കിലും സംസ്ഥാനത്ത് തല്ലിക്കൊന്നുകളയോ എന്നൊക്കെ പറഞ്ഞു എന്തൊരു വിഡ്ഢിത്തരമാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഞാനതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ അത്ര പോലും ഒരു പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാൻ പോലുള്ള ശേഷി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്നത്? ആ മുഖ്യമന്ത്രിക്ക് അത്ര പോലും ശേഷിയില്ലെന്നല്ല അതിന്റെ അർത്ഥം. അതൊന്നും ആലോചിക്കാതെ ഈ വിടുപാത്രം പറയുന്നവരോട് നമ്മളെന്ത് മറുപടി പറയാനാണ്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകാധിപതികളെന്ന് അധികകാലമാണ് ചരിത്രമൊന്നും ലോകത്തെങ്ങും ഇല്ല. ഒരുപാട് ഏകാധിപതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ കേരളത്തിലെ തന്നെ ഇങ്ങനെയുള്ള സംസാരിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് BJP-യുടെ വളരാത്തത്. ഇവര് പറഞ്ഞ എന്ത് വളർന്നെന്ന് പറഞ്ഞ എന്ത് വളർന്ന് ഒരാളിപ്പോ തൃശ്ശൂർ ജയിച്ചേച്ച് പോയ ആളെ ഇപ്പൊ എല്ലാവരും വെറുക്കാൻ തുടങ്ങി, അനുകൂലിച്ചവര് തന്നെ. കാരണം അദ്ദേഹം ഏകാധിപതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും മിണ്ടാൻ പാടില്ല, പത്രക്കാർക്ക് പിന്നെ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ഇവരുടെ ഈ മനോഭാവം മാറാത്തിടത്തോളം കാലം ഇവർ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. ഇതൊക്കെ താൽക്കാലികമാണ്, ഈ അഹങ്കാരമൊക്കെ. ഇത് അഹന്ത എന്ന് പറയുന്നുണ്ട്. മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ സുജിത്ത് ആണ്. ശ്രീ സുജിത്ത്, താങ്കൾക്ക് ഇതിൽ എന്താണ് അഭിപ്രായം? സാർ, എനിക്ക് ഇത് അഭിപ്രായം ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ചോദ്യം യോഗിക്ക് രാഹുലിനെ പേടിയുള്ളത്. കാരണം യോഗിക്ക് രാഹുലിനെ പേടിക്കേണ്ട കാര്യം ഒരിക്കലും ഇല്ല. ഉണ്ടോ? പിന്നെ അതാത് സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ നിരോധനാജ്ഞ നിലനിൽക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് രാഹുലിനെയും
സോണിയാഗാന്ധിനെയൊക്കെ അങ്ങോട്ട് പ്രിയങ്ക ഗാന്ധിനെ അങ്ങോട്ട് കടത്തിവിടാൻ അവർ സമ്മതിക്കാത്തത്. നിയമങ്ങളുടെ വഴിക്ക് പോകുമ്പോൾ ആ രീതി തന്നെ ശ്രീ പോകും. സുജിത്തെ, താങ്കളും ഈ സംസ്ഥാനത്തൊക്കെ ജീവിക്കുകയും എത്രയോ കാലമായി കാര്യങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരു സ്ഥലത്ത് സംഘർഷം ഉണ്ടായാൽ അവിടേക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവ് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടേക്ക് പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ച് വരുന്നു പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അങ്ങനെ ഒരാൾ വരുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് സംരക്ഷണം ഒരുക്കി അവരെ ആ സ്ഥലം സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കിയല്ലേ വേണ്ടത്? അല്ല, അത് ഒരു കാര്യം കൂടി, ഇവര് ചെല്ലുന്ന ഒരു സമയത്ത് അവിടെ എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് കൂടി ചിന്തിക്കണ്ടേ? അതുകൂടി നോക്കണം. ചെല്ലുന്ന സമയത്ത് അവിടെ പ്രശ്നബാധിതരായി കിടക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇവർ ചെല്ലുന്നത്? അല്ല, അത് പോകണം. പക്ഷെ ഇവര് അവിടെ ചെല്ലുന്ന സമയങ്ങളിൽ അവിടുത്തെ അവസ്ഥകൾ എന്താണ്, എന്തെങ്കിലും ഒരു പ്രകോപനം മറ്റു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ സംരക്ഷണം ഒരുക്കാൻ ആ നാട്ടിൽ പോലീസില്ലേ? യുപിയിൽ പോലീസില്ലേ? യുപിയിൽ പോലീസുണ്ട്. ഈ പറയുന്ന നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ തന്നെ ആദ്യം എഴുതി തുടങ്ങും അത് യോഗി ആദിത്യനാഥിന്റെ പോലീസ് ആക്രമിച്ചു, അല്ലെങ്കിൽ അവിടെ ഹിന്ദുത്വം മറ്റു രീതി. അവിടെ എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയത്? അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ പ്രശ്നത്തിലേക്കല്ല നമ്മുടെ ചർച്ച. പ്രശ്നം എങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിയാലും ഒരു വെടിവെപ്പിലേക്ക് നയിച്ചു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന്റെ അർത്ഥം ആ നാട്ടിലെ ക്രമസമാധാനം സംരക്ഷിക്കാൻ ആ നാട്ടിലെ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ്. എവിടെയായാലും ക്രമസമാധാനം പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ വെടിവെച്ചു കൊന്നല്ല ഒരു നാട്ടിൽ ക്രമസമാധാനം ഉണ്ടാക്കേണ്ടത്. കേട്ടില്ല. ജനങ്ങളെ വെടിവെച്ചു കൊന്നല്ല ഒരു നാട്ടിൽ ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത്. ജനങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള അതിനുള്ളൊരു തക്കതായ കാരണം അവിടെ ഏത് കാരണമുണ്ടായാലും സ്വന്തം നാട്ടിലെ പൗരന്മാരെ വെടിവെച്ചു കൊന്നല്ല ഒരു സർക്കാരും. അതിന് ആരായിക്കോട്ടെ, എത്ര വൃത്തികെട്ടവരായിക്കോട്ടെ. നിയമപാലകരെ ഇവര് ആക്രമിച്ചതിന് നിങ്ങൾക്കൊന്നും നിയമപാലകരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു വെടിവെക്കാനാണോ നിയമപാലകർ ഉള്ളത്? എങ്കിൽ പിന്നെ നാട്ടിൽ കുറെ ഗുണ്ടകളെ വളർത്തിയാൽ മതിയല്ലോ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുള്ള സംഭവം എന്താണ്? അതുകൊണ്ട് അതാ ഞാൻ ചോദിച്ചത്, തിരിച്ചു വെടിവെക്കാനാണെങ്കിൽ ഗുണ്ടകളെ വളർത്തിയാൽ മതിയല്ലോ, പോലീസിനെ വേണ്ടല്ലോ. നാട്ടിൽ കുറെ ഗുണ്ടകളെ വളർത്തില്ല, ആ ഗുണ്ടകളെ പോയി എല്ലാം നോക്കുന്നത്. അവിടുത്തെ സംഘർഷാവസ്ഥ ആ ഒരു സാഹചര്യം അനുസരിച്ച് മാറുന്നതിനോടാണ് അവിടെ. പക്ഷേ ഏത് സംഘർഷമായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായാലും അവിടേക്ക് പ്രതിപക്ഷ നേതാവ് പോയാൽ എന്തെങ്കിലും മറക്കാനില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇവർ ഇത്ര ഭയക്കുന്നത്? പ്രതിപക്ഷ നേതാവ് പോകുന്നതിനോട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുള്ളി പോയിക്കോട്ടെ, ശരി, ഓക്കെ. പക്ഷെ യോഗി സമ്മതിക്കുന്നില്ല, അതാണ് പ്രശ്നം. യോഗി സമ്മതിച്ചോളൂ, യോഗിനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം, കുഴപ്പമില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ യോഗിയെന്ന് വിളിച്ചേരെ. എന്തായാലും നമുക്ക് ഷഹീദ് ആണ് ചേരുന്നത്. ഷഹീദ് കൂടി ചേരുന്നു. ഷഹീദ് എന്താണ്? ഷഫീദാണ്, ക്ഷമിക്കണം. ഷഫീദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും കിരൺ സാർ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാന ഓപ്പോസിഷൻ ലീഡറായിട്ട് ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സ്വീകാര്യത കൂടി വരുന്നതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ഗിരീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഗിരീഷ് കുമാർ, താങ്കൾ ഇതിൽ എന്താണ് താങ്കൾ ഏത് നിലപാടിനോടൊപ്പമാണ് നിൽക്കുന്നത്? നമ്മുടെ വിഷയം എന്ന് പറയുന്നത് യോഗിക്ക് രാഹുലിനെ പേടിയാണോ എന്നുള്ളതാണ്. അതെ, 100% യോഗിക്ക് രാഹുലിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ എന്തുകൊണ്ട് തടഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അവിടെ ഉള്ള ആ ഒരു ക്രമസമാധാന പ്രശ്നത്തിന് വേണ്ടിയിട്ടായിരിക്കാം അത് തടഞ്ഞിട്ടുണ്ടാവുക. കാരണം ഇദ്ദേഹം അവിടെ ചെന്ന് പല കുഴിത്തുരുപ്പുകളും ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായത് കൊണ്ടാവാം. അതെങ്ങനെയാണ് ശ്രീ ഗിരീഷ് കുമാർ, ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു സ്ഥലം സന്ദർശിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുന്ന അതിനെ എന്തിനാണ് ഭയക്കുന്നത്? അദ്ദേഹത്തെ അവിടെ അത് ഭയക്കുന്നതല്ല. കാരണം അദ്ദേഹം അവിടെ ചെന്ന് സംസാരിക്കുന്നത് ഇന്ത്യക്ക് വെളിയിലായിരുന്നാലും ഇന്ത്യക്ക് ഉള്ളിലായിരുന്നാലും അദ്ദേഹത്തിന്റെ സംസാരം ഒരു പക്വതയുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ സംസാരമല്ല വരുന്നത് വായിൽ നിന്ന്. അതെന്താണ് താങ്കൾ പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുമോ? അത് കാര്യമില്ല. ഇപ്പം 60% ആൾക്കാർ വോട്ടിന് പോകുന്നില്ല. അതില് 19% വോട്ട് കിട്ടിയവൻ തോൽക്കുന്നു, 20% കിട്ടിയവൻ ജയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഭരിക്കുന്നവർക്ക് ഇതേപോലെ യോഗ്യതയില്ലെന്നൊക്കെ പറയേണ്ടി വരില്ലേ? 90%, 99% അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ സംസാരിക്കുന്ന കാര്യത്തിൽ പക്വതയോടുകൂടി സംസാരിക്കുമ്പോൾ മാത്രമാണ്. ഈ സംസാരത്തിന്റെ പക്വത നോക്കിയാണോ നിങ്ങൾക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ സ്ഥലത്തേക്ക്? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംസാരിക്കുന്ന പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് എന്നെ ശരിക്കുമുള്ള ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാടില്ലാതെയാണ് സംസാരിക്കുന്നത്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ ചെന്നാല് അത് കൂടുതൽ എന്താ പറയാ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യോഗി അദ്ദേഹത്തെ തടഞ്ഞത്. സംസ്ഥാനത്തെ കലാപം ഉണ്ടാവുന്ന തടയാൻ കഴിയുന്നില്ല, പിന്നല്ലേ പ്രതിപക്ഷ നേതാവ് ചെന്ന് കണ്ടാൽ കലാപം ഉണ്ടാവും എന്ന് ഭയക്കുന്നത്? അല്ലല്ല, അദ്ദേഹം അതിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു മനുഷ്യനാണ്. എവിടെയാണ് എരുതിയിൽ എണ്ണ ഒഴിച്ചത്? മണിപ്പൂരിൽ കലാപം ഉണ്ടായപ്പോൾ അവിടേക്ക് പോയത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പോലും അല്ല രാഹുൽ ഗാന്ധിയാണ് പോയത്. മുമ്പ് പഞ്ചാബില് നമ്മുടെ പ്രധാനമന്ത്രി പോയ സമയത്ത് തടഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് ഇതെന്ന് കരുതുക. ഓക്കെ,
ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രാജശേഖരനാണ്. ശ്രീ രാജശേഖരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, രാഹുൽ ഗാന്ധിയെ തടയേണ്ട യാതൊരു ആവശ്യവുമില്ല. രാഹുൽ ഗാന്ധി റിസർച്ച് കാറ്റഗറിയിലുള്ള ആളുമാണ്. അദ്ദേഹം അങ്ങനെ തോന്നിയാസൊന്നും കാണിക്കത്തുമില്ല. തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് അദ്ദേഹത്തിന് കടത്തിവിടേണ്ടത് തന്നെയാണ്. യാതൊരു കാരണവശാലും അത് തടഞ്ഞു നിർത്തിയത് ശരിയായ ഒരു നടപടിക്രമമേ അല്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അക്ബറാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ അക്ബർ, ഇന്ന് രാഹുൽ ഗാന്ധിയെ തടഞ്ഞു. അദ്ദേഹം ഒറ്റയ്ക്ക് ഞാൻ വരാൻ തയ്യാറാണ് നിങ്ങളുടെ പോലീസിനൊപ്പം, എന്നെ ആ സ്ഥലത്തെ കൊണ്ടുപോകാൻ പറയുമ്പോൾ പോലും അദ്ദേഹത്തെ കൊണ്ടുപോകാൻ UP-യിലെ പോലീസ് തയ്യാറാവുന്നില്ല. അവർ അദ്ദേഹത്തെ തടഞ്ഞ് മടക്കി അയക്കുകയാണ് ചെയ്തത്. എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? വളരെ മോശമായ ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഇത്ര ക്രൂശിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രവീണാണ്. ശ്രീ പ്രവീൺ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ പറഞ്ഞോളൂ. നമ്മളിപ്പോ ഇത് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടി. യോഗി എന്ന് പറഞ്ഞ ആള് സത്യത്തിൽ ഒരു മാനസരോഗിയാണോ എനിക്കിപ്പോ ചോദിക്കാനുള്ളത്. കാരണം ഒരു മനുഷ്യനെ തടയണ, പ്രത്യേകം രാഹുലിന്റെ ചരിത്രം നമുക്കറിയാം. അങ്ങനെ ഒരു പ്രകോപനമായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരാളാണ്. അപ്പൊ ഇതിങ്ങനെ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വാസു ആണ്. ശ്രീ വാസു, താങ്കൾ ഇതിൽ ഏത് പക്ഷത്തെ നിലപാടിനൊപ്പമാണ്? എന്റെ പക്ഷം എന്ന് പറയുന്ന ജനപക്ഷമാണ്. കാരണം ഒരു ഓപ്പോസിറ്റ് നേതാവ് പ്രധാനമന്ത്രിയെ പോലെ തന്നെ അദ്ദേഹത്തിന് ക്രമസമാധാനം പാലിക്കേണ്ട അവിടുത്തെ വിഷയങ്ങളെ കുറിച്ച് അറിയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ പോകുന്ന തടയിനോട് എനിക്ക് 100% യോജിപ്പില്ല. അത് യോഗിയുടെ ഒരു അഹങ്കാരമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സീനയാണ് ഉള്ളൂരിൽ നിന്നും. ശ്രീമതി സീന, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സീന, TV-യിൽ ശ്രദ്ധിക്കാതെ TV മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കുമോ? ഹലോ, പറഞ്ഞോളൂ. ശ്രീമതി സീന, യോഗിക്ക് രാഹുലിനെ പേടിന്നെ ഉറപ്പുള്ള കാര്യ. ഇന്ത്യയിലെ ഒരു പൗരനല്ലേ രാഹുല്? ആൾക്കാരോട് വേണമെങ്കിൽ നടന്നൂടെ? ശരി, എന്തിനാ തടയേണ്ട ആവശ്യം? മണിപ്പൂര് പോയിരുന്നു. മണിപ്പൂര് ഈ പ്രധാനമന്ത്രി പോയാ? മണിപ്പൂര് എന്താ പ്രധാനമന്ത്രി പോയ? പ്രധാനമന്ത്രി എവിടെയായിരുന്നു? സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് പോയി പ്രധാനമന്ത്രിക്ക് മണിപ്പൂർക്ക് എന്താ വഴി അറിഞ്ഞില്ലേ? ശരി, താങ്കൾ ഇനി വിളിക്കുന്ന പ്രേക്ഷകർ കൂടി ശ്രദ്ധിക്കുക. ദയവായി പുതുതായി വിളിക്കുന്ന പ്രേക്ഷകർ ഈ പൊതുവേദിയിലേക്ക് സംസാരിക്കുമ്പോൾ TV മ്യൂട്ട് ചെയ്ത ശേഷം വേണം സംസാരിക്കാൻ. TV-യിൽ നിങ്ങൾ കേട്ടിട്ട് സംസാരിച്ചാൽ ചില സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ട്. കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥ കൂടി ഉണ്ടാവും. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ ഏത് പക്ഷത്തിനൊപ്പമാണ്? എനിക്ക് പറയാനുള്ളത്, ഒരു പ്രതിപക്ഷ നേതാവിന് പോലും ഇന്ത്യയിലെ ഒരു രാജ്യത്ത് പോകാൻ അവകാശമില്ലെങ്കിൽ ഇനി ആർക്കാണ് ഒരു രാജ്യത്തെ ഉള്ളിൽ പോകാൻ കഴിയുക? ഈ ചോദ്യം കൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തത്. ശരി, നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നസറുള്ളയാണ്. ശ്രീ നസറുള്ള, താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം ഇത് ഇവിടെ പോയിട്ട് ഒന്നും സംഭവിക്കരുത്. അന്ന് കയറി പോയത് നോക്കില്ല. സത്യാവസ്ഥ മനസ്സിലാക്കണ്ട. അതിന് വേണ്ടി പോയതാണ്. ഇദ്ദേഹം ഇത് പോയി TV വെച്ചിരിക്കുകയാണ്. സത്യാവസ്ഥ മനസ്സിലാക്കണ്ടേ? ശരി, TV മ്യൂട്ട് ചെയ്തിട്ട് വേണം ദയവായി ന്യൂസ് 18 പൊതുവേദിയിലേക്ക് വിളിക്കാൻ. മ്യൂട്ട് ചെയ്ത ശേഷം നിങ്ങൾ ടെലിഫോണിലൂടെ വേണം സംസാരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി അത് സംപ്രേഷണം ചെയ്യാൻ കഴിയുകയുള്ളൂ. TV-യിലേക്ക് വരുന്നതും നമ്മളുമായി സംസാരിക്കുന്ന തമ്മിൽ ഏതാനും ചെറിയ സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ TV മ്യൂട്ട് ചെയ്ത ശേഷം മാത്രം സംസാരിക്കണമെന്ന് പറയുന്നത്. മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അഷ്റഫാണ്. ശ്രീ അഷ്റഫ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? രാഹുലിനെ യോഗിക്ക് നല്ല പേടി തന്നെയാണ്. കാരണം രാഹുലിന്റെ ജനസമ്മതി ഇപ്പം മാറിക്കൊണ്ടിരിക്കുവാണ്. താങ്കൾ പറഞ്ഞോളൂ. അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് രാഹുലിനെ അവിടെ തടഞ്ഞത്. എങ്ങനെയാണ്? കേട്ടില്ല. രാഹുലിനെ അവിടെ തടഞ്ഞത് യോഗിക്ക് രാഹുലിനെ പേടിയായതുകൊണ്ട് തന്നെ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി ഈ വിഷയത്തിൽ പോകേണ്ടതുണ്ട്. വിക്രമനാണ്. ശ്രീ വിക്രമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പ്രതിപക്ഷ നേതാവ് ഒരു സംഘർഷ സ്ഥലം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ അദ്ദേഹത്തെ സുരക്ഷിതമായി എത്തിച്ച് മടക്കിക്കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തം ഏത് സംസ്ഥാന സർക്കാരിനായാലും ഉണ്ടോ? അങ്ങനെ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് പകരം അദ്ദേഹത്തെ തടഞ്ഞ് മടക്കി അയക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമസ്കാരം സാറേ. നമസ്കാരം.
സാറേ ഇത് രാഹുലിനെ പേടിച്ചിട്ടല്ല ഈ തടഞ്ഞത്. അവിടെ നടന്നിട്ടുള്ള യഥാർത്ഥ സംഭവം രാഹുൽ അവിടെ ചെന്നാൽ അത് അറിയും. അറിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അത് അറിയും. അത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് യോഗി രാഹുൽ ഗാന്ധി തടഞ്ഞത് എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സിദ്ദിഖാണ്. ശ്രീ സിദ്ദിഖ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഹലോ സാറേ. ഹലോ, പറഞ്ഞോളൂ സാറേ. ഇത് പരിപൂർണമായി ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇപ്പൊ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും അതുപോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊക്കെ രാഹുൽ ഗാന്ധിയെ പേടി തന്നെയാണ്. വളരെയധികം പേടിച്ചുകൊണ്ട് തന്നെ അവർ പോകുന്നത്. ഇപ്പൊ നേരത്തെ BJP നേതാക്കന്മാര് സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ, അവിടെ അതുണ്ടായിരുന്നല്ലോ, ഇവിടെ ഇതുണ്ടായിരുന്നല്ലോ, പള്ളി പൊളിച്ചല്ലോ, അല്ലെങ്കിൽ വഖഫ് ഭൂമിയെ കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ. ഈ വഖഫ് ഭൂമിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ അതേപോലെ നമ്മുടെ ഏതെങ്കിലും ദേവസ്വം ഭൂമി ഒരാൾ കൈകേറിയാൽ ഒരാൾ സമ്മതിക്കില്ലല്ലോ. ഏതെങ്കിലും ക്രിസ്ത്യൻ ചർച്ചിന്റെ നമ്മുടെ വിഷയം തൽക്കാലം അതല്ല. നമ്മൾ അത്തരം വിവാദ വിഷയങ്ങളിലേക്ക് തൽക്കാലം കിടക്കേണ്ടതില്ല. അതെ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനിൽകുമാറാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾ ഇതിൽ ഏത് പക്ഷക്കാരനാണ്? ഹലോ, നമസ്കാരം അനിൽകുമാർ, പറഞ്ഞോളൂ. എവിടുന്നാ വിളിക്കുന്നത്? നമസ്കാരം. താങ്കളുടെ തെറുപ്പ് ഒന്ന് നിർത്തിയിട്ടേ എല്ലാരും പറഞ്ഞതും കേൾക്കണം. പറഞ്ഞോളൂ. താങ്കൾ നിങ്ങള് എന്താണ്, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും രാഹുൽ ഗാന്ധിക്ക് എതിരെ പറഞ്ഞാൽ നിങ്ങൾ ഉടനെ തെറിച്ചോട്ട് വരും. നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നേരത്തെ ഒരു ആള് വിളിച്ചിട്ട് പറഞ്ഞു മുൻപ് പ്രശ്നം പറഞ്ഞു ഇതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഉടനെ വേറൊരാൾ പറഞ്ഞു എങ്കിൽ മണിപ്പൂർ എന്തുകൊണ്ട്? അപ്പൊ എന്താണ്, മണിപ്പൂരാണോ ഇവിടുത്തെ പ്രശ്നം? ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ അനിൽകുമാർ. മണിപ്പൂരാണോ പ്രശ്നം? ശ്രീ അനിൽകുമാർ, താങ്കൾ ചോദിച്ചില്ല, ഞാൻ മറുപടി ചോദിച്ചോട്ടെ. എന്തുകൊണ്ട് പോയില്ല? ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ, താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ പറയാം. പറയൂ. മുനമ്പം പ്രശ്നവും ഈ സംഭാൽ വിഷയവുമായി യാതൊരു തരത്തിലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. മണിപ്പൂർ പ്രശ്നവും സംഭാൽ വിഷയവുമായി വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അവിടെ രണ്ട് മനുഷ്യജീവൻ അപകടത്തിൽ ഉണ്ടാകുന്നു. അവിടെ രണ്ടിടത്തും കലാപം ഉണ്ടാവുകയാണ്. രണ്ടിടത്തും കലാപം ഉണ്ടാകുന്നു, ആളുകൾക്ക് അപകടം ഉണ്ടാകുന്നു, ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. മുനമ്പത്ത് ആർക്കെങ്കിലും ജീവന് ഭീഷണിയുണ്ടോ? ശ്രീ അനിൽകുമാർ, മുനമ്പത്ത് ആർക്കെങ്കിലും ഭീഷണിയുണ്ടോ? ജീവന് ഭീഷണിയുണ്ടോ? താങ്കൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? മുനമ്പത്ത് ആരെങ്കിലും ജീവന് ഭീഷണിയുണ്ടോ? അത് അവിടെ ആർക്കെങ്കിലും ജീവന് ഭീഷണിയുണ്ടോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഈ കൊളം കൊണ്ട് നടക്കും പോലെ നല്ല കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ്? താങ്കൾ പറയൂ, താങ്കൾ പറഞ്ഞോളൂ. ഈ കൊളം കൊണ്ട് നടക്കും പോലെ നല്ല താങ്കൾ പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാം. ചെറുപ്പായിരുന്നു കുറെ നേരം കൊണ്ട് എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾ ഉടനെ ഇടപെടരുത്. ഇവിടുത്തെ ദൈവമോ മോദിയും ദൈവമല്ല, രാഹുലിന്റെ ദൈവമൊന്നുമല്ല. കേട്ടല്ലോ, താങ്കളുടെ മാധ്യമങ്ങൾ സത്യസന്ധമായി വാർത്ത. ശരി, ഞങ്ങൾ എന്തായാലും സത്യസന്ധമായിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. താങ്കൾ ഒരു സത്യസന്ധയില്ല, താങ്കൾ തെറിച്ചോണ്ടിരിക്കുകയാണ്. തെറിക്കേണ്ട ഘട്ടത്തിൽ തെറിക്കട്ടെ, ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമോ? എന്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാനാണ് രാഹുൽ അങ്ങ് ചെല്ലുന്നത്? ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് ആ സ്ഥലം സന്ദർശിച്ച് സത്യം എന്താണെന്ന് അറിയാൻ ഉത്തരവാദിത്തമില്ലേ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അവിടെ നിയമപരമായിട്ട് അവിടെ നിരോധനാജ്ഞ ഉണ്ട്. അവിടെ നിരോധനാജ്ഞ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ സന്ദർശിക്കാൻ കഴിയില്ലേ? സാധാരണ ഒരു കൊച്ചു കുഞ്ഞിന് വരെ അറിയാം. സാധാരണ ഒരു കൊച്ചു കുഞ്ഞിനടക്കം അറിയാം. അങ്ങനെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ പ്രതിപക്ഷ നേതാവ് എത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ആ സർക്കാരിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. നിങ്ങൾ നേരത്തെ ഇത് പറയുന്ന കേട്ടു, ഒരു മൺതരി പോലും വിടാതെ സംരക്ഷിക്കേണ്ട അങ്ങനെ ഉത്തരവാദിത്വമാണ്. പിന്നെ അല്ലാതെ ആരുടെ ഉത്തരവാദിത്തമാണ്? എന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ ഉത്തരവാദിത്വമാണോ? അപ്പോഴേ നമ്മുടെ ആൾക്കാരെ ഇവിടെ പിണറായി വിജയൻ വഴി തുടങ്ങിയപ്പോഴേ ഹെൽമറ്റ് കൊണ്ടും ഇതുകൊണ്ടും ഒക്കെ അടിച്ചില്ലേ, അത് തടയേണ്ടത് പിണറായിയുടെ ഉത്തരവാദിത്വമല്ലേ? അതിന്റെ കഴിവിലേക്ക് പിണറായി പിന്നെ രാജിവെക്കണ്ടേ? അതും ഇതും തമ്മിൽ എന്താണ് സാർ ബന്ധം? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഇതാണ് നിങ്ങളെ പ്രശ്നം. അതും ഇതും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു വിഷയമാണോ? ഇവിടെ ഒരു സംഘർഷ സ്ഥലം ഉണ്ടാവുന്നു, ആ സംഘർഷ സ്ഥലത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോകണമെന്ന് പറയുന്നു. അവിടെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തടഞ്ഞാൽ അങ്ങനെ അതെ, അവിടെ ഉത്തരവാദിത്തം തന്നെയാണ് കേരളത്തിലെ അതേ കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവ് എത്തുന്നെങ്കിൽ, കേന്ദ്രമന്ത്രി എത്തുന്നെങ്കിൽ അയാളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ്. സംശയം എന്താണ്? പ്രതിപക്ഷ നേതാവെന്നല്ല, ഒരു ജനത്തിന്റെ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ സുരക്ഷയും സംരക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അതൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരു പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ അവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്.
നിങ്ങൾ എന്തിനാ കിടന്ന് തെറിക്കേണ്ട കാര്യത്തിൽ തെറിക്കണം ശ്രീ അനിൽകുമാർ. നിങ്ങൾ ഭയങ്കര തെറുപ്പാണല്ലോ. അതെ, ചെയ്യണം. നമ്മൾ അങ്ങനെ മിണ്ടാതിരിക്കേണ്ട ആളുകളല്ലല്ലോ. വർക്ക് ചെയ്യാൻ ആദ്യം പഠിക്കുക. ശരി, ഓക്കെ. എന്തായാലും അനിൽകുമാറിന്റെ പറഞ്ഞു കഴിഞ്ഞു എന്നും താങ്കളുടെ വികാരം ശമിച്ചു കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും അങ്ങനെ എന്തും പറഞ്ഞാൽ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാൻ എന്നുള്ള ഉത്തരവാദിത്തമല്ല ഒരു മാധ്യമപ്രവർത്തക നിലയ്ക്ക്. ഞങ്ങളും ഈ സമൂഹത്തിലൊക്കെ ഇടപെടുന്ന ആളുകൾ തന്നെയാണ്. ഈ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നത് തന്നെയാണ്. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അഭിപ്രായങ്ങൾ തിരിച്ച് പറയേണ്ടി വരും. ചിലതൊക്കെ ഓർമ്മിപ്പിക്കേണ്ടിയും വരും. അങ്ങനെ ഓർമ്മിപ്പിച്ച് തന്നെയാണ് നമ്മുടെ പൊതുവേദി മുന്നോട്ട് പോകുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മനോജാണ് ബെഹ്റിൽ നിന്നും. ശ്രീ മനോജ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഒരു മികച്ച പരാജയമാണ്. കാരണം വയനാടിന് 5 വർഷം എം പി ആയിരുന്നിട്ട് ഒരു കാര്യവും നേടി കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പം ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓരോരുത്തർ ഷോ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. തികഞ്ഞൊരു പരാജയമാണ്. ഈ വയനാട്ടിൽ എന്താണ് താങ്കൾ പരാജയമാണെന്ന് പറയാൻ കാരണം? അദ്ദേഹത്തിന്റെ സഹോദരിയെ തന്നെ മത്സരിപ്പിച്ചിട്ട് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലല്ലേ ജയിപ്പിച്ചത്? ഇനിയിപ്പോ പ്രിയങ്കാജിയുടെ മോളെയും കൂടെ അവിടെ മത്സരിക്കും. എന്റെ സംശയം, ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ പരാജയമാണെങ്കിൽ ആ പാർട്ടിക്കാരെ അടുത്ത തവണ പരാജയപ്പെടുത്തും. ഇത് അദ്ദേഹത്തിന് നൽകിയ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ചത്. അപ്പോൾ അയാൾക്ക് കൊള്ളാമെന്ന് തോന്നിയിട്ടല്ലേ ജയിപ്പിച്ചത്? അതാണ് ചിന്തിക്കുന്നത്. നിങ്ങള് ഇന്ത്യയിലെ ഹിന്ദുക്കൾ എവിടെ അക്രമം ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലല്ലോ. ഹിന്ദു മുസൽമാൻ നോക്കിയാണോ അക്രമം ഉണ്ടാകുമ്പോൾ സന്ദർശിക്കേണ്ടത്? അങ്ങനെയാണോ കാണേണ്ടത്? ഹിന്ദുവിന് അക്രമം ഉണ്ടായാലും മുസൽമാൻ അക്രമം ഉണ്ടായാലും ക്രിസ്ത്യാനിക്ക് അക്രമം അങ്ങനെയാണോ സന്ദർശിക്കുന്നത്? മണിപ്പൂരിൽ ആർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോഴാണ് പോയത്? അതെങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് കൽക്കട്ടയിൽ ഒരു ലേഡീസ് ഡോക്ടർ അന്ന് രാഹുൽ ഗാന്ധി സന്ദർശിച്ചില്ലല്ലോ? ഒരാൾ അപകടം ഉണ്ടാകുന്നത് പോലെയാണോ നിരവധി പേർക്ക് അപകടം ഉണ്ടാകുന്നത്, സംഘർഷം ഉണ്ടാകുന്നതും? അത് ചിന്തിക്കുക. അത് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ആര് സമാധാനം ആഗ്രഹിക്കുന്നോ അവരത് നിശ്ചയിക്കും. അവർക്ക് ലോ ആൻഡ് ഓർഡർ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ. ശ്രീ മനോജ്, സമാധാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമുള്ള യോഗിയല്ലേ? ആ യോഗിക്ക് അതിന് കഴിയുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി ചെന്നാൽ ഉടനെ ലോ ആൻഡ് ഓർഡർ അങ്ങ് സമാധാനം പുനഃസ്ഥാപിക്കാൻ പറ്റുമോ? അവിടെ എന്തുകൊണ്ട് കലാപം ഉണ്ടായെന്ന് അറിയാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ലേ? എന്തിനാണ് മൂടി വെക്കുന്നത്? ഇന്നല്ല പോണ്ടേ, അന്നങ്ങ് പോണായിരുന്നു, പിറ്റേന്ന് തന്നെ പോണായിരുന്നു. കലാപം ഉണ്ടായതിന്റെ പിറ്റേന്നല്ലല്ലോ പോകേണ്ടത്. അതൊരു ഔചിത്യമല്ലേ? ഒരു കലാപം ഉണ്ടായാൽ തൊട്ട് പിറ്റേന്ന് അവിടെ ചെല്ലുക എന്നുള്ളതല്ലോ. അതിന് ഇത്രയും ദിവസം കൊടുത്തു ആ സർക്കാരിന്. എങ്കിൽ അത് ലോകസഭയിൽ ചോദ്യം ഉന്നയിക്കണമായിരുന്നു. ലോക്സഭയിൽ എത്ര തവണ ഉന്നയിച്ചിട്ട് അത് അനുവദിക്കാതിരുന്നതാണ്. താങ്കൾ ഇതൊന്നും കാണുന്നില്ലേ? അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. അവിടെ ഇരുന്ന് ആരും ഉറങ്ങിയില്ല. പ്രതിപക്ഷം അവിടെ ഉഷാറായി തന്നെ വിഷയം ഉന്നയിക്കായിരുന്നില്ലേ? ഈ ഒരു വശം മാത്രം കാണരുത്. നമ്മൾ സത്യം പറയുമ്പോൾ നമുക്ക് ഏത് പാർട്ടിയും ഒക്കെ ആവാം. മാത്രമല്ല ഏത് പാർട്ടി ആയിക്കോട്ടെ, അതല്ല ഒരു വശം മാത്രമല്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ പ്രദീപാണ്. പരാജയമാണോ ഇല്ലയോ എന്നൊക്കെ ഓരോരുത്തർക്കും നിശ്ചയിക്കുക. അത് ഓരോരുത്തരുടെയും അഭിപ്രായമാണ്. അങ്ങനെ പറയുന്നതിന് ഞാൻ ഇതിലൊന്നുമല്ല. ശ്രീ പ്രദീപാണ്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? പറയാം. നമസ്കാരം പ്രദീപ്. ഹലോ, നമസ്കാരം പ്രദീപ്. ബാംഗ്ലൂരിൽ നിന്നല്ലേ വിളിക്കുന്നത്? അതെ 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 അതെ. താങ്കൾ നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ കരമന. തിരുവനന്തപുരത്തുകാരനാണ്? അതെ അതെ. ശരി, ഓക്കെ. ഒരുപാട് കാലമായി ബാംഗ്ലൂരാണോ? അതെ അതെ. ശരി, ഓക്കെ. താങ്കൾക്ക് അഭിപ്രായം പറയാം. രാഹുൽ ഗാന്ധിന് ലോക തോൽവി എന്നാണ് തോന്നുന്നത്. അതെന്താണ് അങ്ങനെ തോന്നിയത്? അങ്ങനെ ഒന്ന് വെച്ചാ ഈ മുനമ്പത്തെ പ്രശ്നം വന്നപ്പം ഒന്നും നോക്കാനോ ഒന്നും പറ്റിയില്ല. എന്നുവെച്ചാൽ നമ്മളെ കേരളത്തിന്റെ എം പി അല്ലേ, പ്രതിപക്ഷ നേതാവ് കൂടെയാണ് ഇന്ത്യയുടെ. അപ്പൊ രണ്ട് വേഗത്തിലായിട്ടാണ് കാണുന്നത്. ശ്രീ പ്രദീപെ, 5 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സ്ഥലം പോലെ കേരളത്തിൽ മുനമ്പത്ത് എന്തെങ്കിലും അക്രമ സംഭവം ഉണ്ടായോ? ഇല്ല സാർ, എല്ലാ സ്ഥലത്തും പ്രോബ്ലങ്ങളൊന്നല്ലേ? അല്ലല്ലോ, വ്യത്യസ്തമല്ലേ പ്രോബ്ലം? മുനമ്പത്തെ പ്രോബ്ലം ഒരു കേസുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കേസല്ലേ. മറ്റേത് ജീവൻ പേടിച്ചു നിൽക്കുകയല്ലേ അവിടുത്തെ ജനങ്ങൾ. അവിടുത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ, പുറത്തിറങ്ങിയാൽ ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയന്ന് കഴിയുകയല്ലേ ഒരു ജനത. ആ ജനതയ്ക്ക് ആശ്വാസമായി പകരേണ്ടത് ഏത് പ്രതിപക്ഷ നേതാവായാലും അവരുടെ ഉത്തരവാദിത്തമല്ലേ? ഇവര് പോയാൽ വീണ്ടും അവിടെ പ്രശ്നമെല്ലാം ഉണ്ടാവും. തിരിച്ചും അവിടെ പോയി വേറെ പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ സാർ. അത് ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ പ്രശ്നം കൂട്ടാൻ പോകണമെന്ന് അറിയത്തില്ലല്ലോ. ശ്രീ രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. ഞാൻ സാറിനോട് 1-2 ചോദ്യം ചോദിച്ചാണ്. സാറ് പറഞ്ഞല്ലോ ഉത്തർപ്രദേശിൽ പോയത് എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അവിടെ ആഭ്യന്തരമില്ലേ, പോലീസില്ലേ, നോക്കിയില്ലേ, പരാജയമില്ലേ? ഇദ്ദേഹത്തിന്റെ വല്യമ്മ എങ്ങനെയാ മരിച്ചത്? ഇദ്ദേഹത്തിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? സാറൊന്ന് പറഞ്ഞു തന്നെ. ആരാ ഭരിച്ചിരുന്നേ? അദ്ദേഹത്തിന്റെ അച്ഛനും വല്യമ്മയോ അല്ല, അവർ രണ്ടുപേരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നു. അങ്ങനെയാണ് കണ്ടല്ല. അദ്ദേഹത്തിന്റെ അച്ഛനാണോ വല്യമ്മയാണെന്നുള്ളതല്ല വിഷയം. അല്ലെ, എങ്ങനെയാ അവര് മരിച്ചത്? എങ്ങനെയാ? ആരാ ഭരിക്കുന്നത്? കേന്ദ്രവും സംസ്ഥാനവും ഭരിച്ചുകൊണ്ടിരുന്ന ആരാ? അതല്ലല്ലോ വിഷയം. അതൊന്നും ഇപ്പോഴത്തെ വിഷയമല്ലല്ലോ. നിങ്ങൾ വിഡ്ഢിത്തരം വിളമ്പരുത്. ശ്രീ രവീന്ദ്രൻ, ഏത് സർക്കാരിന്റെ കാലത്തായാലും അങ്ങനെ ഉണ്ടായാലും അത് ആ സർക്കാരിന്റെ വീഴ്ചയാണ്. കിരണ ഒരു തോന്നലെടുത്ത നിങ്ങൾ വലിയ മഹാനാണ്. എനിക്ക് അങ്ങനെ തോന്നലേ ഇല്ല തീരെ.
അതുകൊണ്ട് കിരൺ അങ്ങനെ ഒരു പ്രത്യേക ഒരു വലിയ മഹാനാണ്. കിരൺ അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ ചിത്രേ ചോദിച്ചോളൂ. അങ്ങനെ ഒരു കാര്യം ഈ ഇവിടെ ഒരു ഇസ്രായേലിന്റെ ഒരു പ്രശ്നം നടന്നപ്പോ ഇവിടെ പ്രകടനവും കാര്യങ്ങളും മതി. ഈ ബംഗ്ലാദേശിലെ എത്ര ഹിന്ദുക്കളെ ഓടിച്ചിട്ടാ തല്ലേ? ഇസ്രായേൽ പ്രശ്നം ഉണ്ടായാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അതിനോടൊപ്പം നിൽക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ മലയാളികൾ ഇപ്പോഴല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഉണ്ട്. ഖലീഫയുടെ പ്രശ്നത്തിന് പേരിൽ കേരളത്തിൽ വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അറിയാം. ഞാൻ മഹാനാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, കിരണോട് ഒറ്റ ചോദ്യം കൂടെ ചോദിക്കാനുള്ളൂ. തമാസിന് വേണ്ടി ഇവിടെ അല്ലല്ലോ വിഷയം. നമുക്ക് ഈ വിഷയത്തിൽ പറയാനുണ്ടെങ്കിൽ പറയുന്നത് കേട്ടല്ലോ, വക്കപ്പുമായിട്ട് കൂട്ടിക്കട്ടോ. അപ്പൊ ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത്? അതല്ലല്ലോ ബംഗ്ലാദേശ് വിഷയമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച. നമ്മുടെ ഇന്ത്യക്കകത്ത് നടക്കുന്ന വിഷയമല്ലേ ആ വിഷയത്തിൽ. അതിന് അഭിപ്രായം പറഞ്ഞോ? ഈ പപ്പുമോൻ എന്തെങ്കിലും പറഞ്ഞോ? ഈ ഞങ്ങൾക്ക് അദ്ദേഹത്തെ പപ്പുമോൻ എന്നൊക്കെ വിളിക്കാം, പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും അവർക്ക് അവരുടേതായ ബഹുമാനം നൽകാനുള്ളതാണ്. ജനങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടെന്നുള്ള കിരൺ ഓർമ്മ കേട്ടോ. ശരി, കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മശക്തി ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ അവരെയൊക്കെ വിജയിപ്പിച്ചത്. എന്തായാലും ശ്രീ രവീന്ദ്രൻ, താങ്കളുടെ അഭിപ്രായത്തിന് പ്രത്യേക നന്ദി. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ചിലരെങ്കിലും വളരെ അതിവൈകാരികമായി തന്നെ പ്രതികരിക്കുകയൊക്കെ ചെയ്തത് സ്വാഭാവികമാണ്. അത്തരം പ്രതികരണങ്ങളൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങളും കാണുന്നത്. ചിലർക്ക് സ്വന്തം പാർട്ടിയൊക്കെ പറയുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ എതിരാളികൾക്ക് നേരെ എന്തും പറയണം, അങ്ങനെ ഒരു ശീലത്തിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ ആ തരത്തിൽ പ്രതികരിക്കും. അതൊക്കെ സാധാരണ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ, സാധാരണ പ്രേക്ഷകർ പ്രതികരിക്കുമ്പോൾ നേതാക്കന്മാർ പ്രതികരിക്കുന്ന പോലെ തന്നെ പ്രതികരിക്കണമെന്നും നിർബന്ധം പിടിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ വിഷയത്തിൽ ഇടപെടേണ്ടി വരാറുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.